വിച്ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ? തൊഴുതു കഴിഞ്ഞ ശേഷം അമ്പലത്തിൻ്റെ പടികൾ ഇറങ്ങുകയായിരുന്നു വിഷ്ണുവും നന്ദനയും. നന്ദന ചോദിച്ചത് കേട്ട് വിഷ്ണു ഒന്ന് അവളെ നോക്കി. കൺമഷി കൊണ്ട് അതിർവരമ്പുകൾ തീർത്ത അവളുടെ ഉണ്ട കണ്ണിലേക്കാണ് അവൻ്റെ നോട്ടം പോയത്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അവളുടെ മുഖത്തേക്ക് ആര് നോക്കിയാലും ആദ്യം നോട്ടം മുടക്കുന്നത് അവളുടെ ആ കൺമഷി എഴുതിയ ഉണ്ട കണ്ണുകളിൽ തന്നെയാവും. കറുത്തു തിങ്ങി നിറഞ്ഞ പുരികക്കൊടികൾക്ക് നടുവിൽ കറുത്തൊരു കുഞ്ഞിപ്പൊട്ടും അതിനു മുകളിൽ ചന്ദനവും കുങ്കുമവും തൊട്ടിട്ടുണ്ട്. ഇടതൂർന്ന നീണ്ട മുടി വെറുതെ കുളിർപ്പിന്നൽ മാത്രമിട്ട് അങ്ങനെ വിടർത്തിയിട്ടിരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് ചമയങ്ങൾ ഒന്നുമില്ല. സ്വതവേ ചുവന്നു തൊടുത്ത അധരങ്ങളിൽ അതിൻ്റെ ഭംഗി കളയാതിരിക്കാൻ ചായവും പൂശിയിട്ടില്ല. ഓറഞ്ചിൻ്റെ രുചിയുള്ള ലിപ് ബാം മാത്രം ചുണ്ടിലിടും. അതിന് നല്ല മധുരനാരങ്ങയുടെ രുചിയാണ്. അതവൻ എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ ഇതുപോലൊരു സന്ധ്യാസമയം ആയിരുന്നു അന്ന്. അമ്പലത്തിൽ പോയി തിരിച്ചു വരികയായിരുന്നു അവർ രണ്ടുപേരും. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. തറവാടിൻ്റെ വടക്കേ പറമ്പിൻ്റെ അതിര് കടന്നാൽ നീണ്ടുകിടക്കുന്ന കവുങ്ങിൻതോട്ടമാണ്. അത് തറവാട്ടുവക തന്നെയാണ്. അതു കഴിഞ്ഞാൽ അതിലും നീണ്ടുകിടക്കുന്ന നെൽപ്പാടം. ആ വയൽവരമ്പിലൂടെ നേരെ നടന്നാൽ അമ്പലത്തിൻ്റെ ആൽത്തറയിലേക്ക് ചെന്ന് കയറാം. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും അമ്പലത്തിലേക്കുള്ള പോക്കും വരവും നടന്നിട്ടാണ്. അന്നത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ വയൽവരമ്പിലൂടെയും പിന്നെ കവുങ്ങിൻതോട്ടത്തിനുള്ളിലൂടെയും നടന്ന് തറവാട്ടിലേക്ക് വരികയായിരുന്നു അവർ. അപ്പോഴാണ് ഒരു അരണ അവർക്ക് മുൻപിലൂടെ വേഗത്തിൽ പോയത്. സത്യം പറഞ്ഞാൽ കരിയിലകൾ ഇളകുന്ന ശബ്ദം മാത്രമേ അവർ കേട്ടിരുന്നുള്ളൂ. അയ്യോ പാമ്പ് എന്നും പറഞ്ഞ് അവൾ ഓടിക്കയറിയത് വിഷ്ണുവിൻ്റെ മേലേക്കാണ്. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടിയതും കണ്ണുകൾ തമ്മിൽ ഉടക്കി. കണ്ണും കണ്ണും നോക്കി 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 അവസാനം അവൻ ആ അധരത്തിൻ്റെ രുചി അങ്ങ് അറിഞ്ഞു. നല്ല നാരങ്ങയുടെ രുചി. അധരങ്ങൾ തമ്മിൽ മോചിക്കപ്പെട്ടപ്പോൾ അവളുടെ മേൽച്ചുണ്ടിലെ വിയർപ്പ് തുടച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ പിടഞ്ഞു. കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് വല്ലാത്ത നാണം തോന്നി. അയ്യടാ, അവളുടെ ഒരു നാണം കണ്ടില്ലേ? നാണം കളിച്ചു നിൽക്കാൻ പറ്റിയൊരു സ്ഥലം. ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് വേഗത്തിൽ മുൻപോട്ട് നടന്നിരുന്നു. ചുണ്ടും കൂർപ്പിച്ചു വെച്ച് പരിഭവത്തോടെ തൻ്റെ കൂടെ വരുന്നവളെ അവനും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോയില്ല. ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ ശരിയാവില്ലെന്ന് അവന് തന്നെ നല്ല ഉറപ്പുണ്ടായിരുന്നു. അന്നത്തെ ആ ഓർമ്മകൾ അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നതും ആ ഓർമ്മയിൽ അവനൊന്ന് അവളെ നോക്കി. യാതൊരു ചമയങ്ങളും ഇല്ലാതെ നിൽക്കുന്നൊരു അമ്പൂറ്റിക്കൊച്ച്, തൻ്റെ പ്രാണൻ. വിച്ചേട്ടാ, ഞാൻ ചോദിച്ചത് കേട്ടോ? അവനൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ആ, എന്തോ പറയാനുണ്ടെന്നല്ലേ? നീ പറഞ്ഞോടി. എൻ്റെ നന്ദൂട്ടി വിച്ചേട്ടനോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയണേ? അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനോട് അടുപ്പിച്ചു. ഔ, എൻ്റെ കഴുത്ത് വേദനിക്കുന്നു. അവൾ വേദന കൊണ്ടെന്ന പോലെ കണ്ണൊന്ന് ചുരുക്കി. ഓ പിന്നെ വേദനിച്ചെന്ന്. സത്യം പറയടി, നിനക്ക് വേദനിച്ചോ? അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചതും അവൾ ഇളിഞ്ഞൊരു ചിരിയോടെ ഇല്ലെന്ന് തോളനക്കി. അതാണ്, എൻ്റെ കുട്ടിയെ വേദനയാക്കരുതെന്ന് എനിക്കറിയില്ലേ? അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. വിച്ചേട്ടാ, എനിക്ക് ശരിക്കും ഒരു കാര്യം പറയാനുണ്ട്. അവൾ കാര്യമായി തന്നെ പറഞ്ഞതും വിഷ്ണു അവളെയൊന്ന് നോക്കി. എനിക്ക് വയസ്സ് 20 ആയില്ലേ വിച്ചേട്ടാ? ഇനി നമ്മുടെ കല്യാണം നടത്തുന്നതിന് എന്താ കുഴപ്പം? സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് വിച്ചേട്ടൻ ഇതിനെപ്പറ്റി എന്തായാലും വീട്ടിലൊന്ന് പറയണം. അവൾ അവനെ നോക്കി പറഞ്ഞതും വിച്ചു അവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. എനിക്കും കാത്തിരിക്കാൻ വയ്യ എൻ്റെ നന്ദൂട്ടി. ആ ഓറഞ്ചിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൻ തുമ്പിലുണ്ട്. അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ തോളിൽ ഒന്ന് നാണത്തോടെ തല്ലിയിരുന്നു. എന്തായാലും വൈകിക്കണ്ട, ഇപ്പോൾ തന്നെ കൈയോടെ ചെന്ന് പറഞ്ഞേക്കാം, അവൻ പറഞ്ഞുകൊണ്ട് നടത്തത്തിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. അയ്യോ, ഈ വിച്ചേട്ടൻ എന്താ ഇങ്ങനെ? ഇപ്പോൾ തന്നെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞേ. അതെന്താ? ഇപ്പോൾ പറഞ്ഞാൽ എന്താ പ്രശ്നം?
തറവാട്ടിലാർക്കും അറിയാത്തതാണോ നമ്മുടെ കാര്യം? അവർ തന്നെയല്ലേ നമ്മൾക്ക് പ്രണയിക്കാനുള്ള പ്രോത്സാഹനം തന്നത്? പിന്നെന്താ? അവൻ പറഞ്ഞു. എന്നാലും വിച്ചേട്ടാ, അവൾ വീണ്ടും പറഞ്ഞതും അവൻ അരയ്ക്ക് കൈയും കൊടുത്തു നിന്ന് അവളെ തറപ്പിച്ചു നോക്കി. നീ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നന്ദൂട്ടിയെ, ഞാനും ഇതേക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസമായി. എന്തായാലും എൻ്റെ നന്ദൂട്ടി പറഞ്ഞതല്ലേ, ഇന്ന് തന്നെ പറഞ്ഞേക്കാം. അവനത് പറഞ്ഞിട്ടും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്താ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു കാണിച്ചു. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ രണ്ടു കവിളിലും കൈ ചേർത്തുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് സ്നേഹത്തോടെ അമർത്തിമുത്തി. അവളുടെ കണ്ണും മനസ്സും നിറഞ്ഞു, അവൻ്റെയും. ഇനി പോയാലോ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. ഇത് വിഷ്ണുവും നന്ദനയും. വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ അനിയത്തിയുടെ മകളാണ് നന്ദന. പണ്ടുള്ളവർ പറയുന്നത് പോലെ മുറച്ചെറുക്കനും മുറപ്പെണ്ണും. വിഷ്ണുവും നന്ദനയും ചെറുതായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു വെച്ചതാണ് അവർ തമ്മിലുള്ള വിവാഹം. വിച്ചുവിൻ്റേതാണ് നന്ദൂട്ടി എന്നും നന്ദൂട്ടിയുടേതാണ് വിച്ചു എന്നും. അതു കേട്ടാണ് അവർ വളർന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു. നന്ദനയ്ക്ക് അമ്മയും അച്ഛനുമില്ല. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അച്ഛൻ്റെ വീട്ടുകാർക്ക് അവളെ ഏറ്റെടുത്തു നോക്കാൻ താല്പര്യമില്ലായിരുന്നു. അവരെ ആരും നിർബന്ധിക്കാനും പോയില്ല. നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അവളെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം അവൾ അവളുടെ അമ്മ വീട്ടിലാണ്. ഇവിടെ തറവാട്ടിൽ വന്നു നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം വിച്ചുവും അവൻ്റെ നന്ദൂട്ടിയും തമ്മിൽ കൂടുതൽ അടുത്തതേയുള്ളൂ. തറവാട്ടിൽ എല്ലാവർക്കും അവളോട് വലിയ സ്നേഹമാണ്. അമ്മയും അച്ഛനും ഇല്ലാത്ത വേദന അവളെ ആരും അറിയിച്ചിട്ടുമില്ല. ആ വേദനയും ഒറ്റപ്പെടലും അവൾ അറിയാതെ ഇരിക്കാൻ അത്രമേൽ ചേർത്തു പിടിച്ചാണ് അവളെ അവർ നോക്കുന്നത്. എങ്കിലും ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ അവളുടെ എല്ലാം അവളുടെ വിച്ചേട്ടനാണ്. അവൾ ചിരിക്കുന്നതും സങ്കടപ്പെടുന്നതും പരിഭവം കാണിക്കുന്നതും സ്വപ്നം കാണാൻ കൊതിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം അവനിലാണ്. അവൻ തന്നെയാണ് അവളുടെ ലോകവും. ഉണരുന്നതു മുതൽ ഉറങ്ങുന്നത് വരെ അവൾ അവനെന്ന ആ ലോകത്തിലാണ്. മറ്റൊന്നിനും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തമായൊരു പ്രണയമായിരുന്നു അവർക്കിടയിൽ. ഒരു നോട്ടം മതി അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ. ഒരു നോട്ടം കൊണ്ട് പോലും പരസ്പരം വേദനയും സന്തോഷവും പങ്കുവെക്കാൻ കഴിയുന്നവർ. മുഖമൊന്ന് മാറിയാൽ മതി, അല്ലെങ്കിൽ സ്വരമൊന്ന് ഇടറിയാൽ മതി, അവർ രണ്ടുപേർക്കും പരസ്പരം അവരുടെ ഉള്ളം മനസ്സിലാകുമായിരുന്നു. വളരെ അഗാധമായ ആത്മാർത്ഥമായൊരു പ്രണയം അവർക്കിടയിൽ നിറഞ്ഞു നിന്നു. മനസ്സും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നൊരു പ്രണയം. പക്ഷേ മറ്റുള്ളവരുടെ മുൻപിൽ വഷളത്തരം കാണിക്കാതിരിക്കാനും അവർ ശ്രദ്ധിക്കുമായിരുന്നു. അവൻ്റെ ഇഷ്ടങ്ങൾ അവളും അവളുടെ ഇഷ്ടങ്ങൾ അവനും പരസ്പരം പറയാതെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അവർ മാത്രമുള്ള അവരുടെ ലോകം അത്രമേൽ സുന്ദരമായിരുന്നു. ഇന്നെന്തായാലും വിവാഹത്തിൻ്റെ കാര്യം വീട്ടിൽ പറയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് വിഷ്ണുവും നന്ദനയും തറവാടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയത്. എന്നാൽ ഉമ്മറത്തേക്ക് കയറിയതേ കാര്യങ്ങൾക്കെന്തോ ഒരു പന്തികേടുള്ളതുപോലെ അവർക്ക് തോന്നി. അകത്തുനിന്നും ആരൊക്കെയോ പിറുപിറുക്കുന്നതും കരയുന്നതുമെല്ലാം കേൾക്കാം. അവർ രണ്ടുപേരുടെയും നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. പരസ്പരം വെപ്രാളത്തോടെ നോക്കിക്കൊണ്ട് അവർ വേഗത്തിൽ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയതേ കണ്ടു തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് കരയുന്ന അമ്മയെ. വല്യമ്മമാരുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. അവരും എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും പറ്റിയോ? അവന് അതാണ് ആദ്യം തോന്നിയത്. നെഞ്ചൊന്ന് പിടച്ചു. അവൻ ചുറ്റുമൊന്ന് നോക്കി. അച്ഛൻ സോഫയിൽ ഇരിപ്പുണ്ട്. അവന് ആശ്വാസം തോന്നി. പിന്നെ പെട്ടെന്ന് അവൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നത് വൈശാലിയുടെ മുഖമാണ്, അവൻ്റെ അനിയത്തി. അവൻ തലയ്ക്ക് കൈകൊടുത്ത് കരയുന്ന അമ്മയെയും അമ്മയെ ആശ്വസിപ്പിക്കുന്ന വല്യമ്മമാരെയും ഒന്നുകൂടി നോക്കി. പിന്നെ സോഫയിലിരിക്കുന്ന അച്ഛനെയും. അച്ഛൻ്റെ മുഖം ഗൗരവത്തിലാണ്. വല്യച്ഛന്മാരും അതെ, അവരും ഗൗരവത്തിലാണ്. അവൻ ആദിയോടെ നന്ദനയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവളും എന്തെന്നറിയാതെ ചുറ്റും നോക്കി പകച്ചു നിൽക്കുകയായിരുന്നു. എന്താ അമ്മേ, എന്തിനാ കരയുന്നേ? എന്താ കാര്യം? അവൻ ചോദിച്ചുകൊണ്ട് വേഗം അമ്മയ്ക്കരികിലേക്ക് ചെന്നു. വിച്ചുവിൻ്റെ ശബ്ദം കേട്ട് അമ്മ തല ഉയർത്തി നോക്കി.
അവനെ കണ്ടതും അവരുടെ സങ്കടം ഒന്നുകൂടെ കൂടി. അവൾ അവൾ നമ്മളെ ചതിച്ചടാ മോനെ, അവൾ നമ്മളെ ചതിച്ചു. അമ്മ വിഷ്ണുവിൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് കരഞ്ഞു പറഞ്ഞു. അവനൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ അമ്മയുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്തു പിടിച്ചു. എന്താ വല്യമ്മേ, എന്താ പ്രശ്നം? അവൻ വല്യമ്മയോട് ചോദിച്ചു. അവരെങ്ങനെ പറയും, എന്തു പറയും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. നിന്റെ ഫോൺ എവിടെയാ വിച്ചു? എത്ര വിളിച്ചു? വല്യമ്മ ചോദിച്ചു. അവൻ പോക്കറ്റൊന്ന് തപ്പി നോക്കി. റൂമിലാണെന്ന് തോന്നുന്നു വല്യമ്മേ, എടുക്കാൻ മറന്നതാ. അല്ല വൈശു എവിടെ? അവൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചോ? അവൻ ചോദിച്ചു. വല്യമ്മ ഒന്നും പറയാതെ അതേ എന്ന് തലയാട്ടി. അവൾ ചെറിയ കൊച്ചു കുട്ടിയല്ലേ അമ്മേ, അവൾ എന്തെങ്കിലും ചെറിയ കുരുത്തക്കേട് ഒപ്പിച്ചെന്ന് വെച്ച് അമ്മ ഇങ്ങനെ കരഞ്ഞാലോ? എന്താ, അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? അതാണോ? അങ്ങനെയെങ്കിൽ അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് നടത്തിക്കൊടുക്കാം അമ്മേ. അവൾ നമ്മുടെ കുട്ടിയല്ലേ, അവളുടെ സന്തോഷം അതാണെങ്കിൽ അത് നടത്തിക്കൊടുക്കുന്നതല്ലേ നല്ലത്. അവൻ പറഞ്ഞുകൊണ്ട് അമ്മയെ ഒന്നുകൂടെ ചേർത്തു പിടിച്ചു. അവൻ പറഞ്ഞത് കേട്ട് അമ്മ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ കണ്ണീരോടെ നോക്കി. എന്നാൽ ആ സമയം നിറഞ്ഞ കണ്ണുകൾക്കപ്പുറം ആ അമ്മയുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് വല്ലാത്തൊരു തരം ദേഷ്യമായിരുന്നു. ചെറിയ കുട്ടിയോ? അവളോ? ചെറിയ കുട്ടികൾ ചെയ്യുന്ന കുരുത്തക്കേടാണോ അവൾ ഒപ്പിച്ചു വെച്ചത്? അവളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല മോനെ കരുതിയത്. അവളെ ഞാൻ ഇങ്ങനെയൊന്നുമല്ല വളർത്തിയത്. പറഞ്ഞുകൊണ്ട് അമ്മ വല്യമ്മയെ ഒന്ന് നോക്കി. ആണോ ഏട്ടത്തി? നമ്മളെല്ലാവരും മക്കളെ നല്ലത് പറഞ്ഞു കൊടുത്തല്ലേ വളർത്തിയത്? ദേ ഈ നിൽക്കുന്ന നന്ദൂട്ടിയെ കണ്ടോ? ഇവളും ഇവനും തമ്മിലുള്ള കല്യാണം നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു വെച്ചതല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടവുമാണ് താനും. എന്നിട്ട് ഇതുവരെ ഇവർ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒക്കെ പോട്ടെ, നമ്മൾ കാണാതെ ഇവരെന്തെങ്കിലും ചെറിയ ചെറിയ കുറുമ്പ് ഒപ്പിക്കുമെന്നല്ലാതെ ഇതുപോലെ ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇവരും അവളും ഒക്കെ ഒരേ ചോര തന്നെയല്ലേ. ഇവരെയെല്ലാം വളർത്തിയതും ഒരേപോലെയല്ലേ. എന്നിട്ടും അവൾ മാത്രം എന്തേ ഇങ്ങനെയായിപ്പോയി? അമ്മ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അമ്മ പറയുന്നതൊന്നും അവനും അവൾക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. നിങ്ങളെല്ലാവരും എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറയ്. മനുഷ്യന് വെറുതെ ആദി കേറ്റാതെ. ക്ഷമ കെട്ടെന്ന പോലെ വിഷ്ണു പറഞ്ഞു. വിഷ്ണുവിൻ്റെ ജീവനാണ് അവൻ്റെ അനിയത്തി വൈശാലി. തറവാട്ടിലെ ഏറ്റവും ചെറുത് അവളാണ്. വിഷ്ണുവിന് 2 വല്യച്ഛന്മാരുണ്ട്. അവർക്ക് 2 പേർക്കും 2 പെൺമക്കളാണുള്ളത്. അവർ 4 പേരുടെയും കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്. ഇപ്പോൾ ആ തറവാട്ടിലുള്ളത് വിഷ്ണുവും വൈശാലിയും അച്ഛനും അമ്മയും അവൻ്റെ 2 വല്യച്ഛന്മാരും വല്യമ്മമാരും പിന്നെ നന്ദുവും. ആ തറവാട്ടിലെ ഏറ്റവും ചെറിയ പേരക്കുട്ടി അവളായതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത വാശിയും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാവർക്കും അവൾ അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ട് അതെല്ലാം നടത്തിക്കൊടുക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാശിക്കാരി എന്ന് വിളിച്ചാണ് അവളെ എല്ലാവരും കൊഞ്ചിച്ചിരുന്നതും. കോളേജ് പഠനത്തിനിടയ്ക്ക് വൈശാലിക്ക് അവളുടെ സീനിയർ ചെറുക്കനോട് പ്രണയം തോന്നി. ആദ്യം വെറുതെ സംസാരിച്ചിരിക്കും അവർ. പിന്നീട് പതിയെ തൊട്ടും തലോടിയും തുടങ്ങിയ ആ ബന്ധം പതുക്കെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചിരുന്നു. ഒരു ദിവസം കോളേജിലേക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിയ അവൾ അവൻ്റെ കൂടെ നേരെ ചെന്നത് പാർക്കിലേക്കായിരുന്നു. അവിടെ ആരുമില്ലാത്ത ഒരിടത്ത് വെച്ച് സംസാരിച്ചും തൊട്ടും തലോടിയും ഇരുന്ന് അവർക്കിടയിൽ ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിൽ ഒരു മോഹമുണ്ടായി. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു പോയിരുന്നു ആ നിമിഷം അത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു ചോദ്യത്തിനും ഉത്തരത്തിനും നിൽക്കാതെ അവർ രണ്ടുപേരും നേരെ ചെന്നത് ഒരു റിസോർട്ടിലേക്കായിരുന്നു. അവിടെ വെച്ച് അവർ എല്ലാ തരത്തിലും ഒന്നായി. അതിൻ്റെ ഫലമെന്നോണം അവൻ്റെ ജീവൻ്റെ തുടിപ്പ് അവളുടെ ഉദരത്തിൽ നാമ്പിടുകയും ചെയ്തു. ഇപ്പോൾ കുറച്ചു ദിവസമായി വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടായിരുന്നു വൈശാലിക്ക്. പക്ഷേ അവളത് ആരോടും പറഞ്ഞില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുമോ എന്ന കാര്യം അവൾ ചിന്തിച്ചിരുന്നതുമില്ല. എന്നാൽ ഇന്ന് അവളൊന്ന് തലചുറ്റി വീണു. അവളെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവളുടെ വീട്ടുകാർക്കുണ്ടാകുന്ന വേദനയും ഞെട്ടലും.
അത് എത്രത്തോളം ഭീകരമാണെന്ന് ഊഹിക്കാവുന്നതല്ലേയുള്ളൂ. അപ്പോൾ തുടങ്ങിയ കരച്ചിലും ബഹളവുമാണ് അമ്മ. ആശുപത്രിയിൽ പോയവരെല്ലാം ഡോക്ടറുടെ മുൻപിൽ അത്രയും നാണം കെട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. വീട്ടിൽ വന്നതും തല്ലും വഴക്കുമൊക്കെ ഉണ്ടായി. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചപ്പോൾ അവളുടെ കോളേജിലെ തന്നെ സീനിയർ ആണെന്ന് പറഞ്ഞു. ജോലി പോലും ആയിട്ടില്ല, പഠിച്ചു നടക്കുന്ന 2 പേർ. കല്യാണം പോലും കഴിക്കാതെ അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് ആർക്കും ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ മാത്രമേ ആയിരിക്കുകയുള്ളൂ എന്നും അവനെ മാത്രമേ കെട്ടുകയുള്ളൂ എന്നും വൈശാലി ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുവും നന്ദനയും അവിടേക്ക് വന്നത്. എല്ലാം അറിഞ്ഞപ്പോൾ വിച്ചുവും നന്ദുവും ഒരുപോലെ ഞെട്ടി. നന്ദു അപ്പോഴും ഏതോ ലോകത്താണ്. അവളുടെ ഞെട്ടൽ മാറിയിരുന്നില്ല. തന്നേക്കാൾ 2 വയസ്സ് ഇളയവളാണ്. എന്നും എപ്പോഴും എല്ലാവരും കൊഞ്ചിച്ചിട്ടേയുള്ളൂ. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിട്ടേയുള്ളൂ. ആ അവളാണ് ഇന്ന് വീട്ടുകാർക്ക് ഇത്രമേൽ വേദന കൊടുത്തിരിക്കുന്നത്. വിശ്വസിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല നന്ദുവിന്. വിഷ്ണു എഴുന്നേറ്റ് വൈശാലിയുടെ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അമ്മ അവനെ തടഞ്ഞു. എങ്ങോട്ടാ നീ പോകുന്നത്? അവളെ കാണാനോ? എപ്പോഴും അവളുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തിട്ടല്ലേയുള്ളൂ. സത്യം പറഞ്ഞാൽ അവളെ നമ്മളെല്ലാവരും കൊഞ്ചിച്ച് വഷളാക്കി. അമ്മ അവനെ നോക്കി പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു അമ്മേ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി വരാനുള്ളത് നോക്കാം. എന്തായാലും ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുറിയിലേക്ക് നടന്നു. അവന് പിറകെ തന്നെ നന്ദുവും. അവളുടെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടപ്പാണ്. പതിയെ ഒന്ന് തള്ളിയതും അത് അകത്തുനിന്നും അടച്ചിട്ടില്ലാത്തതിനാൽ തുറന്നു വന്നു. കട്ടിലിൽ കമിഴ്ന്നു കിടപ്പാണ് അവൾ, അവൻ്റെ കുഞ്ഞനിയത്തി. അവളിൽ നിന്നും ഇങ്ങനെയൊരു കാര്യം അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവനെന്തോ വല്ലാത്ത ദേഷ്യവും സങ്കടവുമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നുവരെ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ തിളച്ചുമറിയുന്ന ആ ദേഷ്യത്തെ അടക്കി നിർത്താനായി കണ്ണുകൾ അടച്ച് അവനൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. കയ്യിലൊരു പിടുത്തം അറിഞ്ഞാണ് അവൻ കണ്ണു തുറന്നത്. അവൻ്റെ നന്ദൂട്ടിയാണ്. അവൾ അവനെ ഒന്ന് നോക്കി ഒന്നും പറയണ്ടെന്ന് കണ്ണുകൊണ്ട് ആശ്വസിപ്പിച്ചു. അവൻ പതിയെ വൈശാലിക്ക് അരികിലേക്ക് നടന്നു. വൈശു മോളെ, അവൻ പതിയെ വിളിച്ചു. ഏട്ടൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, മുടിയാകെ പാറിപ്പറന്നിരിക്കുന്നു. മുഖത്ത് ആരോ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അടയാളമുണ്ട്. അച്ഛനായിരിക്കണം അവന് തോന്നി. എന്തിനോ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്തിനാ നീ ഈ പണിക്ക് പോയത്? കല്യാണപ്രായമാകുമ്പോൾ മോൾക്ക് പറയാമായിരുന്നല്ലോ. ആരൊക്കെ എതിർത്താലും നീ സ്നേഹിക്കുന്നവൻ നല്ലവനാണെങ്കിൽ, അവനും നിന്നെ ഇതേപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏട്ടൻ മോളുടെ കൂടെ നിന്നേനല്ലോ. പിന്നെ എന്തിനാ നീ ഇപ്പോഴേ ഇങ്ങനെ? അവൻ ദയനീയമായി അവളോട് ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണിരുന്നു. വേണമെന്ന് വെച്ചിട്ടല്ല, പറ്റിപ്പോയി ഏട്ടാ, പറ്റിപ്പോയി. എനിക്ക് അഭിയേട്ടനെ വേണം. അഭിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ചത്തുപോകും. ശരിക്കും ഞാൻ ചത്തുപോകും. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാലുകൾ ഒന്നുകൂടി ഇറുക്കെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അത് കണ്ടു നിൽക്കാനുള്ള ത്രാണി അവനുണ്ടായിരുന്നില്ല. അവൻ വേഗം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ മോളെ ഇത്? എന്താ ഈ കാണിക്കുന്നേ? അവൻ ചോദിച്ചു. മറക്കാൻ പറ്റില്ല ഏട്ടാ, സ്നേഹിച്ചു പോയി, അത്രയും സ്നേഹിച്ചു പോയി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. നിന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിര് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നല്ലതാണെങ്കിൽ ഞങ്ങൾ നടത്തി തരുമായിരുന്നില്ലേ? പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? മോളിൽ നിന്ന് ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഏട്ടൻ്റെ കുട്ടി നല്ല കുട്ടിയാണെന്നായിരുന്നു ഏട്ടൻ വിചാരിച്ചത്. അവൻ പറഞ്ഞതും വൈശാലി നന്ദനയെ നോക്കി. നന്ദേച്ചി പ്ലീസ്, നന്ദേച്ചി ഒന്ന് പറ. എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടാ, അത്രയും സ്നേഹിച്ചു പോയതുകൊണ്ടാ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്നെ. അവൾ പറഞ്ഞുകൊണ്ട് നന്ദനയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നന്ദനയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അതെ, തങ്ങൾക്ക് മനസ്സിലാകും. സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്താണെന്ന് തങ്ങൾക്ക് മനസ്സിലാകും.
പക്ഷേ അതുപോലെയാണോ ഇവിടെ സംഭവിച്ചത്? ഈശ്വര, അമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പിനെയും വീട്ടുകാരെയും എല്ലാം മറന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തത്? സ്വന്തം സുഖം നോക്കിപ്പോയത് ശരിയാണോ? അല്ല, ഒരിക്കലുമല്ല. അത് തെറ്റാണ്, വലിയ തെറ്റ്. അതിനെ എന്തു പറഞ്ഞും ന്യായീകരിക്കാനാവില്ല. വികാരത്തിൻ്റെ എത്ര ഉയർച്ചയിൽ നിന്നപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞാലും അംഗീകരിക്കാനാവില്ല. വൈശാലിയെ ചേർത്തു പിടിച്ചെങ്കിലും നന്ദന വിഷ്ണുവിനെയൊന്ന് നോക്കി. അവളെ തന്നെ നോക്കി നിന്ന വിഷ്ണുവിന് അവളിപ്പോൾ എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ടി വന്നില്ല. അവൾ പറഞ്ഞത് കേട്ടില്ലേ വിച്ചേട്ടാ, നമ്മൾക്ക് അവളെ മനസ്സിലാവില്ലേ എന്ന്. അതെ, മനസ്സിലാവും. അവളെ നമുക്ക് മനസ്സിലാവും. സ്നേഹിക്കുന്നവരുടെ മനസ്സ് എന്താണെന്നും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉള്ള അവസ്ഥ എത്രമാത്രം ഭീകരമായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാവും. പക്ഷേ അതൊന്നും പറഞ്ഞ് അവൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനാവില്ല. അവൾക്ക് കല്യാണപ്രായമൊന്നും ആയിട്ടില്ലല്ലോ. വീട്ടിൽ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ടുമില്ല. ഇത് അതൊന്നുമല്ല വിച്ചേട്ടാ. പഠിക്കാൻ പോകേണ്ട സമയത്ത് കോളേജിൽ പോകാതെ വേറെ എവിടെയോ പോയി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വയറ്റിലാക്കി വരുന്നത് എന്തു പറഞ്ഞാണ് ന്യായീകരിക്കാൻ പറ്റുക? അമ്മയെയും അച്ഛനെയും അവൾക്ക് ഓർക്കാമായിരുന്നില്ലേ? വിച്ചേട്ടനെ ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? ആരെയും ഓർത്തില്ല, ആരെയും. അമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പിനെയും തറവാട്ടിലുള്ളവരെയും ആരെയും ഓർത്തില്ല. എങ്ങനെ അവർക്ക് ഇതിന് കഴിഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വടക്കേ മുറ്റത്തെ ചാരുപടിയിലിരിക്കുമ്പോഴാണ് നന്ദന വിഷ്ണുവിനോട് അത് പറഞ്ഞത്. അവിടെ അപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു അവളെ നോക്കി ദയനീയമായി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അനിയത്തിയെക്കുറിച്ച് താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കരുതിയിരുന്നത്. കുറച്ചധികം വാശിക്കാരിയാണെങ്കിലും ഇത്രയധികം തരം താഴ്ന്നു പോകും തൻ്റെ അനിയത്തിയെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഒരു നിമിഷം അവന് വല്ലാത്ത മടി തോന്നിപ്പോയി. അവൻ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് ഇരുന്നു. ആ ഹൃദയതാളം അവൾക്കിപ്പോൾ കേൾക്കാം. അത് അതീവ വേഗത്തിലാണ്. ഒരു വേള അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഇങ്ങനെ പേടിക്കല്ലേ വിച്ചേട്ടാ, എല്ലാം ശരിയാകും. വിച്ചേട്ടൻ ഇങ്ങനെ തളർന്നു പോകുമ്പോൾ എനിക്ക് സങ്കടാവുക. ഈ നെഞ്ചിടിപ്പ് ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുക. അവൾ അവളുടെ വലതുകൈ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഇതിനിടയിൽ ഇനി നമ്മുടെ കാര്യം എങ്ങനെയാ പറയുന്നേ? തൽക്കാലം ഇതിലൊരു തീരുമാനമാകട്ടെ, അല്ലേടി? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. സാരമില്ലടി, എപ്പോഴായാലും എന്നായാലും നമ്മൾ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞാലും ഇല്ലേലും നമ്മളെന്നും ഒരുമിച്ച് തന്നെയല്ലേ. നമുക്ക് ഇത്തിരി കാലം കൂടി ഇങ്ങനെ പ്രേമിച്ച് നടക്കാം, അല്ലേ? അവൻ ചോദിച്ചതും അവൾ പതിയെ തലയാട്ടി. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർത്തു പിടിച്ച് അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തുമ്പോൾ അവളുടെയും അവൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകിയിരുന്നു. രാത്രി ഉമ്മറത്തിരിക്കുകയാണ് എല്ലാവരും. വൈശാലിയെയും അവർക്കൊപ്പം തന്നെ ഉമ്മറത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ അത് പാപമാണ്. അല്ലെങ്കിലും ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? കുഞ്ഞുങ്ങൾ എന്നത് കിട്ടുമ്പോഴേ ഉള്ളൂ. പിന്നീട് കൊതിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ കളയുന്ന ഒരു തീരുമാനമൊന്നും വേണ്ട. വല്യമ്മയാണ് അത് പറഞ്ഞത്. വല്യമ്മയുടെ മൂത്ത മകൾക്ക് കുഞ്ഞുണ്ടാകാൻ ഒത്തിരി താമസിച്ചിരുന്നു. കാണിക്കാത്ത ഡോക്ടർമാർ ഉണ്ടായിരുന്നില്ല. ഒരുപാട് നേർച്ചയും വഴിപാടും ചികിത്സയും നടത്തി അവസാനമാണ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞതിൻ്റെ അർത്ഥവും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നതെന്നും എല്ലാവർക്കും അറിയാമായിരുന്നു. അവസാനം അവൻ്റെ വീട്ടിലേക്ക് ചെന്ന് അവൻ്റെ വീട്ടുകാരുമായി സംസാരിക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നും തീരുമാനിച്ചു. അത് പറഞ്ഞതും വൈശാലിക്ക് ഒത്തിരി സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ്. അവൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൾ നടത്തിയെടുത്തിട്ടുമുണ്ടാകും. പിന്നെ ഒരു കാര്യം, ഏതായാലും ഒരു കല്യാണം നടക്കുകയല്ലേ.
എങ്കിൽ പിന്നെ വിച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും കൂടി ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് നടക്കട്ടെ. ഇവർക്ക് രണ്ടു പേർക്കും കല്യാണം കഴിക്കാനുള്ള പ്രായമായല്ലോ. അതുകൊണ്ട് അവരുടേതിനി അധികം വെച്ചു നീട്ടേണ്ട. അവരും ജീവിച്ചു തുടങ്ങട്ടെ. അച്ഛൻ അത് പറഞ്ഞതും വിച്ചു അവൻ്റെ നന്ദൂട്ടിയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് അവന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞെട്ടലാണോ സന്തോഷമാണോ അത്ഭുതമാണോ എന്നൊന്നും അറിയില്ല. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നതോടൊപ്പം നിറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അത് സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. നന്ദു വേഗം വിച്ചുവിനെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ തൻ്റെ മുഖത്താണെന്ന് അറിഞ്ഞതും അവളുടെ മുഖത്തേക്ക് നാണം ഇരച്ചു കയറി. ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. കണ്ണുകൾ പിടച്ചു. കുറച്ചു നേരത്തെ മനപ്രയാസത്തിനു ശേഷം അവൻ്റെ ഉള്ളൊന്ന് തണുത്തു. അവൻ്റെ ഉള്ളിൽ മനസ്സു നിറഞ്ഞൊരു പുഞ്ചിരി വിടർന്നു. എല്ലാവരും ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ അവളെ ഇപ്പോൾ വാരി പൊതിഞ്ഞു പിടിച്ചേനെ. അവൻ്റെ കണ്ണും മനസ്സും കൈകളും ദൂരെ നിന്നുകൊണ്ട് ഒന്ന് തൊടാതെ തന്നെ അവളെ വരിഞ്ഞു മുറുക്കി. രാത്രി ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവളും അവിടെ നിൽപ്പുണ്ടെന്ന് അവൻ കണ്ടത്. കൈവരിയിൽ പിടിച്ച് പുറത്തെ നിലാവിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നീണ്ട മുടി പൂർണ്ണമായും അഴിച്ചിട്ടിരിക്കുകയാണ്. പുറത്തെ തണുത്ത കാറ്റിൽ അവളുടെ മുടിയിഴകൾ പുറകിലേക്ക് പാറി പറക്കുന്നുണ്ട്. നിലാവ് അവളുടെ മുഖത്ത് കൂടുതൽ പ്രകാശത്തോടെ തിളങ്ങി. അവൻ അവളുടെ അരികിൽ ചെന്ന് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തി നിന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ, തൻ്റെ പ്രാണൻ്റെ സാന്നിധ്യം മനസ്സിലായതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മനോഹരമായൊരു പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ കൈകൾക്കുമേൽ കൈ ചേർത്തു വെച്ചു. ഇപ്പോൾ സന്തോഷമായോ എൻ്റെ നന്ദൂട്ടിക്ക്? അവൻ അവളുടെ കാതിലായി പതിയെ ചോദിച്ചു. കാതിൽ ചുണ്ടമർത്തിയാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മീശയും താടിയും അവളുടെ കവിളിലും കഴുത്തിലുമായി കുത്തിക്കയറുന്നുണ്ട്. ഇക്കിളികൊണ്ട് അവളുടെ കഴുത്തൊന്ന് ചെരിഞ്ഞുപോയി. കൂട്ടത്തിൽ കിലുകിലിങ്ങനെയുള്ള അവളുടെ ചിരിയും. ഇങ്ങനെ ചിരിക്കല്ലേ പെണ്ണേ, ആരേലും കേൾക്കും. അവൻ പിറകിൽ നിന്നുകൊണ്ട് തന്നെ അവളുടെ വാ പൊത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. എൻ്റെ അമ്മയും അച്ഛനും ഇപ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ വിച്ചേട്ടാ? അവൾ അവനിൽ നിന്നും അകന്നു മാറാതെ തന്നെ പറഞ്ഞു. അവളുടെ സ്വരം ഇടറിയത് അവന് മനസ്സിലായി. അവൻ വേഗത്തിൽ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അയ്യേ, ഇതെന്താ, എൻ്റെ നന്ദൂട്ടി കരയുകയാ? ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണുനീർ പതിയെ തുടച്ചു കൊടുത്തു. സന്തോഷം കൊണ്ടാ, ഒത്തിരി സന്തോഷം കൊണ്ട്. വിച്ചേട്ടാ, എന്നും എന്നും എൻ്റെ കൂടെ ഉണ്ടാവണേ. എന്നെ ഒറ്റയ്ക്കാക്കരുതേ. വിച്ചേട്ടനല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ അമ്മയും അച്ഛനും കൂടപ്പിറപ്പും പ്രാണനും എല്ലാം എൻ്റെ വിച്ചേട്ടനാ. എൻ്റെ ലോകം തന്നെ വിച്ചേട്ടനാ. വിച്ചേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല. പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കെ പുണർന്നു. അവൻ അവളെ രണ്ടു കൈകൊണ്ടും ഇറുക്കെ ചേർത്ത് പിടിച്ചു. എന്നും എന്നും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കണേ വിച്ചേട്ടാ. അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി ഇറുക്കെ ചേർത്ത് പിടിച്ചു. നീ ഇല്ലാതെ ഞാനുണ്ടോ പെണ്ണേ? നീ ഇല്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്ന് എൻ്റെ മരണമായിരിക്കും. അവൻ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അവൾ അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. അങ്ങനെയൊന്നും പറയരുത് എന്ന് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ കാണിച്ചു. അവൻ അവളുടെ രണ്ടു കണ്ണുകളിലും പതിയെ മുത്തി. അത്രമേൽ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ, പ്രണയത്തോടെ. അവളുടെ ചുണ്ടുകളും അവൻ്റെ നെഞ്ചിൽ ആ സമയം പതിഞ്ഞിരുന്നു. പിറ്റേന്ന് ഉച്ചയോടടുത്ത സമയം ആ തറവാടിൻ്റെ മുറ്റത്ത് 2 കാർ വന്നു നിന്നു. അതിൽ നിന്നും ആദ്യം തന്നെ ഇറങ്ങിയത് വിഷ്ണുവാണ്. അവൻ ഡോർ ദേഷ്യത്തിൽ വലിച്ചടച്ചുകൊണ്ട് ആരെയും നോക്കാതെ അകത്തേക്ക് പാഞ്ഞു കയറി. അഭിനന്ദിൻ്റെ വീട്ടിലേക്ക് പോയവരെയും കാത്ത് ഉമ്മറത്ത് തന്നെ ഇരുന്നിരുന്ന സ്ത്രീകളുടെ മുഖം അത് കണ്ട് ചുളിഞ്ഞു. അവന് പുറകെ കയറി വന്നവരുടെ മുഖവും ഗൗരവത്തിൽ തന്നെയായിരുന്നു. എന്തായി പോയ കാര്യം? അവരെന്താ പറഞ്ഞേ? വിഷ്ണുവിൻ്റെ അമ്മ അച്ഛനോട് ചോദിച്ചു. അച്ഛനൊന്നും പറയാതെ ദേഷ്യത്തിൽ അകത്തേക്ക് നടന്നു. എന്താ ഏട്ടാ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിറകെ വന്ന വല്യച്ഛനോട് വല്യമ്മയും ചോദിച്ചു. പ്രശ്നമേയുള്ളൂ. നീ ചെന്ന് കുറച്ച് വെള്ളമെടുക്ക്, നല്ല ദാഹം. പറഞ്ഞുകൊണ്ട് വല്യച്ഛൻ അകത്തേക്ക് നടന്നു. അതിൻ്റെ പിന്നാലെ തന്നെ മറ്റേ വല്യച്ഛനും.
അവരുടെ കൂടെ വിഷ്ണുവിൻ്റെ 2 അമ്മാവന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് വൈശാലി മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. എന്തായി അച്ഛാ പോയ കാര്യം? അഭിയേട്ടൻ്റെ വീട്ടുകാരെ കണ്ടോ? അവൾ വല്ലാത്ത ഉത്സാഹത്തോടെ ചോദിച്ചതും പോയവരെല്ലാം അവളെ തറപ്പിച്ചു നോക്കിയിരുന്നു. അവളോടുള്ള ദേഷ്യം അത്രയേറെ അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. അവൾ അമ്മയെയും വല്യമ്മയെയും നോക്കി. അവരവളെ മൈൻഡ് പോലും ചെയ്തില്ല എന്നതാണ് സത്യം. അപ്പോഴേക്കും വല്യമ്മമാരിൽ ഒരാൾ അടുക്കളയിൽ നിന്നും തണുത്ത ജ്യൂസുമായി ഹാളിലേക്ക് വന്നിരുന്നു. അവരത് ഗ്ലാസ്സിലൊഴിച്ച് എല്ലാവർക്കും കൊടുത്തു. ഇനിയെങ്കിലും ഞങ്ങളെ ഇങ്ങനെ ആദി കയറ്റാതെ പറയുന്നുണ്ടോ? അമ്മ ആദിയോടെ പറഞ്ഞു. ആദി കയറണം, എല്ലാവർക്കും ആദി കയറണം. ദേ ഇവളെപ്പോലെ കുടുംബം മുടിക്കാനായിട്ടുണ്ടായവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആദി കയറണം. അച്ഛനാണ് വല്ലാത്ത ദേഷ്യത്തോടെ അത് പറഞ്ഞത്. അച്ഛൻ്റെ ആ ദേഷ്യത്തിൽ വൈശാലി ഒന്ന് ഞെട്ടിപ്പോയി. എന്തോ നല്ലതല്ലാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അഭിയേട്ടൻ ഇനി തന്നെ വേണ്ടെന്നെങ്ങാനും പറഞ്ഞോ? തന്നെ ചതിച്ചോ? അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. വിഷ്ണുവിനെ മാത്രം ആ കൂട്ടത്തിൽ കണ്ടില്ല. വിച്ചേട്ടൻ എവിടെ? അവൾക്കുള്ളിൽ ആ ചോദ്യം ഉയർന്നു. ആ ചെറുക്കന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് ലക്ഷ്മി. അച്ഛൻ പറഞ്ഞതും അമ്മ അയാളെ ഒന്ന് മുഖം ചുളിച്ചു നോക്കിക്കൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസും എടുത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. നീ എങ്ങോട്ടേക്കാ? അമ്മയുടെ പിന്നാലെ നടക്കാനൊരുങ്ങിയ വൈശാലിയോട് അച്ഛൻ ചോദിച്ചു. ഞാൻ വിച്ചേട്ടൻ്റെ അടുത്തേക്ക്, അവൾ പറഞ്ഞു. വേണ്ട, നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട. അവൻ കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞതും അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അമ്മ അച്ഛനെയും അവളെയും മാറി മാറി നോക്കുകയായിരുന്നു. അപ്പോൾ അരുതാത്തതെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. അവർക്കുള്ളിൽ പേടിയുടെ വല്ലാത്തൊരു അഗ്നിപർവ്വതം തന്നെ എരിഞ്ഞു പുകഞ്ഞു. നോക്കി നിൽക്കാതെ നീ ചെന്ന് ചെറുക്കന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക് ലക്ഷ്മി. അച്ഛൻ വീണ്ടും പറഞ്ഞപ്പോൾ അമ്മ മുറിയിലേക്ക് തന്നെ നടന്നു. വിച്ചുവിൻ്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടപ്പാണ്. അമ്മ അത് തുറക്കാൻ നോക്കി. ഇല്ല, പറ്റുന്നില്ല. അത് അകത്തുനിന്നും ലോക്ക് ചെയ്തതാണ്. വിച്ചു, മോനെ വിച്ചു. അമ്മ വാതിലിൽ തട്ടി വിളിച്ചു. എന്നാൽ അകത്തുനിന്നും യാതൊരു അനക്കവും കേൾക്കാനില്ല. അമ്മ വീണ്ടും വീണ്ടും തട്ടി വിളിച്ചു. ഒത്തിരി തവണ തട്ടി വിളിച്ചിട്ടും അകത്തുനിന്നും യാതൊരു അനക്കവും കേൾക്കാനില്ലെന്ന് കണ്ട അമ്മയുടെ നെഞ്ചൊന്ന് പിടച്ചു. അവർ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നു. വിച്ചു, അവനെന്താ പറ്റിയേ? അവൻ വാതിൽ തുറക്കുന്നില്ല, അമ്മ ആദിയോടെ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. അവർ ഒരുപോലെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി. എന്നാൽ അത്ര നേരം കൂട്ടത്തിൽ മാറി നിന്നിരുന്ന ഒരുവളുടെ നെഞ്ചു പിടച്ചു. അവൾ വേഗത്തിൽ മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. അപ്പോഴാണ് അവിടെ നിന്നിരുന്ന പുരുഷന്മാരെല്ലാം അവളെ ശ്രദ്ധിച്ചത് തന്നെ. അവരുടെ ഉള്ളിലെന്തോ കത്തി കുത്തിയിറക്കുന്ന ഒരു വേദന തോന്നി. അവരെല്ലാം അവൾക്ക് പിറകെ വിച്ചുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവരെല്ലാം പോയതിനു പിന്നാലെ തറഞ്ഞു നിന്ന വൈശാലിയും അവർക്ക് പിന്നാലെ ചെന്നു. വിച്ചേട്ടാ വാതിൽ തുറന്നേ, വിച്ചേട്ടൻ്റെ നന്ദൂട്ടിയെ വിളിക്കുന്നേ, വാതിൽ തുറന്നേ, അവൾ വാതിലിൽ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒത്തിരി തവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അവൾക്ക് പേടിയും കരച്ചിലും ഒരുപോലെ വരുന്നുണ്ട്. വിച്ചേട്ടാ വാതിൽ തുറന്നേ, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ, എനിക്ക് വിച്ചേട്ടനല്ലേ ഉള്ളൂ, എന്നെ ഇങ്ങനെ പേടിപ്പിച്ച് കൊല്ലാതെ വാതിലൊന്ന് തുറന്നേ. പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു. അവളുടെ കരച്ചിലിൻ്റെ ആക്കം കൂടിയതും വാതിൽ തുറക്കപ്പെട്ടു. അവൻ്റെ മുഖത്ത് ദേഷ്യമാണ്, വല്ലാത്ത ദേഷ്യം. കൂടാതെ കണ്ണുകളും ചുവന്നു കലങ്ങിയിരിക്കുന്നു. അവൻ കരഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവനെ അത്രമേൽ പിടിച്ചുലയ്ക്കുന്ന, അവനെ അത്രമേൽ വേദനിപ്പിക്കുന്ന, അവനെ അത്രമേൽ തകർക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് അവനെ ഇറുക്കെ പുണർന്നത് പെട്ടെന്നായിരുന്നു. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തുണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം, ഞാനല്ലേ പറയുന്നേ? അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു. അവൻ അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവളെ അവനിലേക്ക് കൂടുതൽ മുറുക്കത്തോടെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടുനിന്ന സ്ത്രീകളൊഴികെ ബാക്കി എല്ലാവരുടെയും തല താഴ്ന്നു പോയിരുന്നു. ആ സമയം അവൻ എല്ലാവരെയും ദേഷ്യത്തോടെ തറപ്പിച്ചു നോക്കി. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം.
എനിക്ക് ഇവളെ വേണം, ഇവൾക്ക് എന്നെയും. പറഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിൽ ചാഞ്ഞു കിടക്കുന്നവളെ അടർത്തി മാറ്റി ആ കവിളിലൊന്ന് തലോടി അവൻ പുറത്തേക്കിറങ്ങിപ്പോയി. അവൻ പറഞ്ഞതും ആ ഭാവവും കാണെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് സ്ത്രീകളെല്ലാം. പോകുന്ന പോക്കിൽ എല്ലാവർക്കും പിറകിലായി നിൽക്കുന്ന വൈശാലിയെ കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. ആർക്കും മുഖം കൊടുക്കാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും വിളി വരാൻ തുടങ്ങിയപ്പോൾ അവൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. ഇന്നലെ രാത്രി വരെ എത്ര സന്തോഷത്തിലായിരുന്നു. ഒരുമിച്ച് സ്വപ്നം കണ്ട ജീവിതം കയ്യിലെത്താൻ പോകുന്ന സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു അവനും അവളും. എന്നാൽ എത്ര വേഗമാണ് എല്ലാം മാറിമറിഞ്ഞത്. അഭിനന്ദിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ സംഭവിച്ചതെല്ലാം ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അഭിനന്ദിന് ഒരു ചേച്ചിയുണ്ട്, പേര് അപർണ. കല്യാണം കഴിഞ്ഞിട്ടില്ല. ചൊവ്വാദോഷം കാരണം വരുന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോവുകയാണ്. കല്യാണം നോക്കി നോക്കി സത്യം പറഞ്ഞാൽ അവളുടെ വീട്ടുകാർക്കെല്ലാം മടുത്തിരുന്നു. ആ സമയത്താണ് വൈശാലിയുടെ കാര്യവും പറഞ്ഞ് ഇവർ അവിടേക്ക് ചെല്ലുന്നത്. സാമ്പത്തികമായും തറവാട്ട് മഹിമ കൊണ്ടും എല്ലാം കൊണ്ടും രണ്ട് വീട്ടുകാർക്കും പരസ്പരം യോജിച്ച ബന്ധമാണ്. അങ്ങനെ വന്നപ്പോൾ അഭിനന്ദിൻ്റെ വീട്ടുകാർ ഒരു നിബന്ധന മുൻപോട്ട് വെച്ചു. വിഷ്ണു അപർണയെ വിവാഹം ചെയ്യുമെങ്കിൽ അഭിനന്ദ് വൈശാലിയെ വിവാഹം ചെയ്യുമെന്ന്. വിഷ്ണു ഞെട്ടി പകച്ചു നോക്കുമ്പോൾ അവൻ്റെ കൂടെ വന്നവരുടെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. അതൊന്നും നടക്കില്ലെന്ന് വിഷ്ണു അപ്പോൾ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വൈശാലിക്ക് വേറെ ചെക്കനെ നോക്കിക്കോളണം എന്ന് അവരും. എന്താണ് തീരുമാനമെന്ന് അഭിനന്ദിനോട് ചോദിച്ചപ്പോൾ വൈശാലിയെ തനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവളെ തനിക്ക് വിവാഹം ചെയ്യാൻ പേടിയാണെന്നും അഭിനന്ദ് പറഞ്ഞു. ഇത്ര ധൈര്യമില്ലെങ്കിൽ നീയൊക്കെ എന്തിനാണടാ ഈ പണിക്ക് നിന്നതെന്നും ചോദിച്ച് വിഷ്ണു അഭിനന്ദിനോട് തട്ടിക്കയറി. ആ വാക്കേറ്റത്തിൻ്റെ അവസാനം വിഷ്ണുവിന് അഭിനന്ദിനെ തല്ലേണ്ടിയും വന്നു. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ അഭിനന്ദ് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിഷ്ണുവിനെ എതിർക്കാൻ ചെന്നില്ല. സ്വന്തം മകൻ്റെ കുഞ്ഞാണ് വൈശാലിയുടെ വയറ്റിൽ ഉള്ളതെന്ന കാര്യമൊന്നും അഭിനന്ദിൻ്റെ വീട്ടുകാരെ തെല്ലും പിടിച്ചു കുലുക്കിയില്ല. വിഷ്ണു കല്യാണത്തിന് സമ്മതിച്ചാൽ ഈ കല്യാണവും നടക്കും എന്നവർ തീർത്തു പറഞ്ഞു. അവസാനം ഒരു തീരുമാനത്തിലെത്താതെ അവരവിടെ നിന്നും ഇറങ്ങി. വീട്ടിലെത്തുന്നതുവരെ ആരും ഒന്നും സംസാരിച്ചില്ല. വിഷ്ണുവും മൗനം തന്നെയായിരുന്നു. കാര്യമെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവരും തകർന്നുപോയി. ഏറ്റവും കൂടുതൽ തകർന്നത് നന്ദുവായിരുന്നു. വലിയൊരു ഇരുട്ടിലേക്ക് ഒറ്റയ്ക്ക് വീണതുപോലെ, മുൻപിലെ വെളിച്ചമെല്ലാം അണഞ്ഞ് ആ ഇരുട്ടത്ത് തനിച്ചാകാൻ പോകുന്നത് പോലെ. മുറിയിൽ ചെന്നവൾ ഒത്തിരി കരഞ്ഞു. ഹൃദയം പൊട്ടിച്ചിതറുവാനുള്ള ശക്തിയിൽ അവൾ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു കരഞ്ഞ് തല പൊട്ടിപ്പൊളിയുന്നത് പോലൊരു വേദന വന്നതും അവൾ വെറും നിലത്തേക്ക് കിടന്നുപോയി. എന്നാൽ അപ്പോഴേക്കും വൈശാലിയുടെ ഉള്ളിൽ പല വക ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഏട്ടനെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്യണം. അതിനിടയിൽ ആരൊക്കെ വേദനിക്കേണ്ടി വന്നാലും അത് തനിക്കൊരു വിഷയമേ അല്ല. എപ്പോഴത്തെയും പോലെ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ ഇത്തവണ സ്വന്തം സന്തോഷം നേടിയെടുക്കാൻ പോകുമ്പോൾ അത് തകർക്കാൻ പോകുന്നത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് മനുഷ്യരെയാണ്, രണ്ട് മനസ്സുകളെയാണ്, രണ്ട് ജീവിതങ്ങളെയാണ് എന്നവൾ ഓർത്തതേയില്ല. രാത്രി ഒത്തിരി നേരം കഴിഞ്ഞു വിഷ്ണുവിനെ വീട്ടിലേക്ക് കണ്ടതേയില്ല. അവൻ്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ചു നോക്കി. അവരുടെ ആരുടെയൊപ്പവുമില്ല. അവർ അന്വേഷിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. അവിടെ വലിയൊരു പാറയുണ്ട്. അതിന് താഴത്തെ റോഡിൽ രണ്ട് ബൈക്ക് വന്നു നിന്നു. വാടാ, ഇവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു, ഒരുത്തൻ പറഞ്ഞുകൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങിയതും അതിന് പിന്നാലെ ബാക്കി 3 പേര് കൂടി ഇറങ്ങി. അവർ 4 പേരും ധൃതിയിൽ മുകളിലേക്ക് കയറി. എവിടെയൊക്കെയോ അന്വേഷിച്ച് അവർ 4 പേരും നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് എത്താനായതും ദൂരെ മാറി ആരോ കിടക്കുന്നത് കണ്ടു. അവർ വേഗത്തിൽ അവിടേക്ക് ചെന്നു. അടുത്തെത്തിയതും പാറപ്പുറത്ത് കണ്ണുകളടച്ചങ്ങനെ മലർന്നു കിടക്കുന്നത് വിഷ്ണു ആണെന്ന് മനസ്സിലായപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. നാവിൽ വന്ന തെറിയെല്ലാം വിളിച്ചുകൊണ്ട് ഒരുത്തൻ ദേഷ്യപ്പെട്ടതും വിഷ്ണു ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കി. വീണ്ടും എന്തോ പറയാൻ വേണ്ടി പോയപ്പോഴാണ് വിഷ്ണുവിൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവൻ കണ്ടത്. എന്താടാ, എന്തു പറ്റി? അവൻ വിഷ്ണുവിനരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വിഷ്ണു വേഗം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു.
എന്താടാ, എന്താണെങ്കിലും ഞങ്ങളോട് പറയ്. ബാക്കിയുള്ളവരും പറഞ്ഞുകൊണ്ട് അവൻ അരികിലേക്ക് വന്നിരുന്നു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. അവൻ പറഞ്ഞു വന്നതും അവരവനെ തറപ്പിച്ചു നോക്കി. ഒന്നുമില്ലാതെ നിനക്കെന്താ ഭ്രാന്തുണ്ടോ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരാൻ? അമ്മ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? നീ എന്താ ഫോൺ ഓഫ് ചെയ്തു വെച്ചത്? എന്താടാ, നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റില്ലെന്നുണ്ടോ? ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ? എന്തുണ്ടെങ്കിലും നീ പറയ്, നമുക്കൊരു പരിഹാരം കാണാം. അവർ പറഞ്ഞതും വിഷ്ണു അവരെയൊന്ന് നോക്കി. ഇല്ലടാ, ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് പരിഹാരമൊന്നും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നേ. എടാ കോപ്പേ, കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറയ്, എന്നിട്ട് പറയാം പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന്. അവർ പറഞ്ഞതും വിഷ്ണു അവനെയൊന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവരുടെയെല്ലാം മുഖം കണ്ടാലറിയാം അവരൊക്കെ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന്. അവൻ കാര്യം പറഞ്ഞു കഴിഞ്ഞതും അവരൊരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. ഇതൊന്നും നീയായി വരുത്തി വെച്ചത് അല്ലല്ലോ? നിന്റെയും നന്ദുവിൻ്റെയും കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ? പിന്നെന്താ, വേറെ ആരെയും കെട്ടാൻ പറ്റില്ലെന്ന് നീ അങ്ങ് തീർത്തു പറയ്, ഒരുത്തൻ പറഞ്ഞു. എടാ, ഞാൻ അവിടെ വെച്ച് തന്നെ എല്ലാം പറഞ്ഞതാണ്. പക്ഷേ അതല്ല വൈശു, അവളൊരു കാര്യം കിട്ടണമെന്ന് വാശി പിടിച്ചാൽ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കും. ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടാതെ അവർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. അവരുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആ പേടിത്തൊണ്ടൻ തീർത്തു പറഞ്ഞു. വീട്ടിൽ ചെന്നാൽ അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല. തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് വിഷ്ണു പറഞ്ഞതും അവരൊന്നും മിണ്ടിയില്ല. അല്പസമയം കഴിഞ്ഞും ആരും ഒന്നും പറയുന്നില്ലെന്ന് കണ്ട് വിഷ്ണു തലയുയർത്തി നോക്കി. എന്നിട്ട് നീ എന്താ തീരുമാനിച്ചത്? അവളുടെ വാശിയിൽ പേടിച്ച് നന്ദുവിനെ അങ്ങ് മറക്കാമെന്നോ? എന്നിട്ട് അവൻ്റെ ചേച്ചിയെ അങ്ങ് കെട്ടാമെന്നോ? പറയ്, അതാണോ നീ തീരുമാനിക്കാൻ പോകുന്നത്? എടാ, എനിക്ക് നന്ദുവിനെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അവളുടെ സ്ഥാനത്ത് വേറൊരാളെ എനിക്ക് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റില്ല. അവൾക്ക് ഞാനേ ഉള്ളൂ. പറയുമ്പോൾ വിഷ്ണുവിൻ്റെ സ്വരം ഇടറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആണല്ലോ, ഇതെല്ലാം നിനക്ക് അറിയാമല്ലോ. എങ്കിലിപ്പോൾ വീട്ടിൽ ചെല്ലാൻ നോക്ക്. എന്നിട്ട് ഇത് തന്നെ എല്ലാവരോടും പറയ്. നമുക്ക് നോക്കാം അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ പെണ്ണിനെ സ്നേഹിച്ച് ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ അവൻ്റെ ചേച്ചിയെ നീ കെട്ടിയാൽ മാത്രമേ അവളെ അവൻ കെട്ടൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പോലീസും കോടതിയും ഒന്നുമില്ലേ? നമ്മളൊരു കേസ് കൊടുത്താൽ അവളെ കെട്ടാൻ വേണ്ടി അവർ നമ്മുടെ പിറകെ നടക്കും. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ പേടിക്കുന്നേ? ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഇല്ലാടാ. പിന്നെന്താ, അവരൊക്കെ നിന്നെ കാണാതെ പേടിച്ചിരിക്കുക. ദേ പറഞ്ഞു തീർന്നില്ല, അമ്മയാ. പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൻ കോൾ എടുത്തു. ആ അമ്മയെ കണ്ടു. ദേ ഇപ്പോൾ. കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ വരും. ശരി, അമ്മ വെച്ചോ, ഞങ്ങൾ നോക്കിക്കോളാം. പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു. കണ്ടോ, അവരൊക്കെ പേടിച്ചിരിക്കുക. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, നമുക്ക് നോക്കാം. എല്ലാവരും കൂടി കൊഞ്ചിച്ച് അവളുടെ വാശിക്കെല്ലാം നിന്നുകൊടുത്ത് അവളെ വഷളാക്കി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞുകൊണ്ട് അവരവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വീട്ടിലേക്ക് അവരവനെ തനിച്ചു വിട്ടില്ല. അവൻ്റെ വണ്ടി കൂട്ടത്തിൽ ഒരുത്തൻ ഡ്രൈവ് ചെയ്ത് പിറകിൽ അവനെ ഇരുത്തി. ഞങ്ങൾ വരണോടാ? ഗേറ്റിൻ്റെ മുൻപിലെത്തിയതും ഒരുത്തൻ ചോദിച്ചു. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഉമ്മറത്ത് നിൽക്കുന്നവരെ കാണാം. വേണ്ടടാ. പറഞ്ഞുകൊണ്ട് വിഷ്ണു വണ്ടിയിൽ നിന്നിറങ്ങിയതും വണ്ടി ഓടിച്ചവനും ഇറങ്ങി. എന്തുണ്ടേലും നീ വിളിക്കി, ഇനി ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. അവൻ പറഞ്ഞതും വിഷ്ണു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. അവരങ്ങ് പോയതും വിഷ്ണു വണ്ടി മുൻപോട്ടെടുത്തു. വണ്ടി മുറ്റത്ത് നിർത്തി ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഇപ്പോൾ അവനോടൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ലെന്നുള്ളതുകൊണ്ട് തന്നെ ആരും അവനോടൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. വീട്ടിലെത്തിയത് തന്നെ വലിയ സമാധാനം. മുറിയിലേക്ക് കയറാൻ പോയ വിഷ്ണുവിൻ്റെ കാലുകളൊന്ന് നിന്നു. അവൻ മുറിയിലേക്ക് കയറാതെ നേരെ നന്ദുവിൻ്റെ മുറിയിലേക്ക് നടന്നു. വാതിൽ അടഞ്ഞു കിടപ്പാണ്. അവൻ വാതിലിലൊന്ന് തട്ടി നോക്കിയതും അത് തുറന്നു വന്നു. മുറിയിലാകെ ഇരുട്ടാണ്. അവൻ കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. മുറിയിൽ വെളിച്ചം പരന്നതും കണ്ടു കട്ടിലിന് താഴെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ അവൾക്കരികിലേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. മുഖം കണ്ടാലറിയാം ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന്. കണ്ണീര് ഒഴുകിയ വഴികളൊക്കെ കൃത്യമായി കാണാം.
കരഞ്ഞു കരഞ്ഞ് കൺപോളകൾ വീർത്ത് ഇടുങ്ങിയിരിക്കുന്നു. അവളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. വൈശാലിയുടെ വാശിയും സ്വഭാവവും അവൾക്ക് നന്നായിട്ടറിയാം. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അതറിയുന്നത് കൊണ്ടാകണം ഇവൾ ഇങ്ങനെ കരഞ്ഞത്. വിഷ്ണു ഒന്ന് നെടുവീർപ്പിട്ടു. നന്ദൂട്ടിയെ, നന്ദൂട്ടിയെ, എഴുന്നേറ്റേ. വിച്ചു അവളെ തട്ടി വിളിച്ചു. ശുദ്ധവായു കിട്ടിയതുപോലെ അവൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. മുൻപിൽ നിൽക്കുന്ന വിച്ചുവിൻ്റെ മുഖമാകെ അവൾ ആർത്തിയോടെ കണ്ണുകൾ ഓടിച്ചു. പിന്നെയൊരു കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. വിച്ചേട്ടാ, എന്നെ വേണ്ടെന്ന് വെക്കല്ലേ. വിച്ചേട്ടനില്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ല. ഞാൻ ചത്തുപോകും. അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കരഞ്ഞു. വിച്ചുവിൻ്റെ കൈകളും അവളെ മുറുക്കെ പുണർന്നു. ഇല്ലടാ, അങ്ങനെ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റുമോ? നീ എന്നെ അങ്ങനെയാണോ കണ്ടേക്കുന്നേ? നീയില്ലാതെ ഞാനുണ്ടോ? അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കണ്ണീരിൽ കുതിർന്നു കിടക്കുന്ന മുടിയെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കരഞ്ഞു വീർത്ത കണ്ണുകൾ അവനെ വല്ലാതെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടായിരുന്നു. വൈശു, അവളെ എനിക്ക് പേടിയാ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവൾ ആഗ്രഹിച്ചതൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, അവൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതുപോലെയാണോ ഇത്? ഇവിടെ നമ്മുടെ ജീവിതം കൂടിയില്ലേ? അവളെ ആരും നിർബന്ധിച്ചതല്ലല്ലോ ഇത്. അവളെ രക്ഷിക്കേണ്ടത് അവളെ ഈ അവസ്ഥയിൽ ആക്കിയവനാണ്. അവന് ഇതിൽ നിന്നും കൈ കഴുകാൻ പറ്റുമോ? അവൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അവൻ ഇവളെയും കൊണ്ട് മാറി താമസിക്കട്ടെ. ഇവിടെ നിൽക്കുന്നതിന് ആർക്കും എതിർപ്പുണ്ടാകില്ല. അതല്ലേ പരിഹാരം? അല്ലാതെ നമ്മുടെ ജീവിതം ഇല്ലാതെയാക്കുകയാണോ വേണ്ടത്? എൻ്റെ നന്ദൂട്ടി വെറുതെ വേണ്ടാത്തതൊന്നും ആലോചിച്ച് കരഞ്ഞ് തലവേദന വരുത്തേണ്ട. അവൻ അവളുടെ മുഖമാകെ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. തല വേദനിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഉറപ്പാണോ? അവളൊന്ന് അവനെ നോക്കി തലയാട്ടി. നീ എന്തേലും കഴിച്ചിരുന്നോ? അവൻ ചോദിച്ചു. ഇല്ല, വിശപ്പുണ്ടായിരുന്നില്ല. വിച്ചേട്ടൻ എന്തേലും കഴിച്ചോ? എപ്പോഴാ വന്നേ? അവൾ പറഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. ദേ ഇപ്പോൾ. എനിക്കും ഒന്നും കഴിക്കാൻ വേണ്ട. നീ വാ, ഞാൻ എന്തേലും എടുത്തു തരാം. ഒത്തിരി കരഞ്ഞതല്ലേ, ഉച്ചയ്ക്കും ഒന്നും കഴിച്ചു കാണില്ലല്ലോ. തലവേദന കൂടും. നീ വന്നേ, വിച്ചു പറഞ്ഞു. എനിക്കിപ്പോൾ ഒന്നും വേണ്ട വിച്ചേട്ടാ. അവൾ പറഞ്ഞതും അവൻ അവളെയൊന്ന് നോക്കി. എനിക്ക് വിശക്കുന്നുണ്ട്, നീ കൂടെ വാ. നീ കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വിച്ചു പറഞ്ഞതും അവൾ പതിയെ എഴുന്നേറ്റു. രണ്ടുപേരും ഹാളിലേക്കെത്തുമ്പോൾ ഹാളിലെ വെളിച്ചമൊന്നും അണഞ്ഞിരുന്നില്ല. അവൻ അവളെയും കൂട്ടി കൈ കഴുകി വന്ന് അവൾക്കും അവനും വേണ്ടത് പ്ലേറ്റിലേക്ക് വിളമ്പി. കഴിക്കി, അവൻ പറഞ്ഞതും അവൾ പതിയെ കഴിച്ചു തുടങ്ങി. ഞാൻ എത്ര പ്രാവശ്യം ചെന്ന് വിളിച്ചെന്നറിയോ കുട്ടിയെ? എന്തേലും ഒന്ന് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ അവർക്കരികിലേക്ക് വന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ട് അവർക്ക് വല്ലാതെ വേദനിച്ചു. തലവേദനയുണ്ടോ നന്ദു? അമ്മ അവളുടെ നെറുകിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ലെന്ന് അവൾ തലയാട്ടി. നിങ്ങളൊക്കെ കഴിച്ചോ? അവൻ ചോദിച്ചു. അച്ഛന് മരുന്ന് കഴിക്കേണ്ടതല്ലേ? നീ വന്നപ്പോൾ ദേ ഇപ്പോൾ കഴിച്ചു കിടന്നതേയുള്ളൂ. അമ്മ കഴിച്ചോ? അവൻ ചോദിച്ചു. ഇല്ല, നിങ്ങൾ രണ്ടാളും കഴിക്കാതെ വിശന്ന് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കഴിക്കുന്നേ? അമ്മ പറഞ്ഞപ്പോൾ വിച്ചുവും നന്ദുവും ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി. ശരിയാണ്, തങ്ങൾ കഴിക്കാതെ വിശന്നിരിക്കുമ്പോൾ അമ്മ കഴിക്കുന്നത് എങ്ങനെയാണ്? അമ്മയെക്കുറിച്ച് ഓർത്തില്ല. അവർക്കെന്തോ വല്ലാത്തൊരു വല്ലായ്മ തോന്നി. സോറി അമ്മേ, അമ്മ ഇരിക്കി പറഞ്ഞുകൊണ്ട് നന്ദു വേഗം അമ്മയെ തനിക്കരികിൽ പിടിച്ചിരുത്തി ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും വിളമ്പി. അവൾ കഴിച്ചോ? വൈശാലിയെക്കുറിച്ച് വിച്ചു ചോദിച്ചു. അമ്മയൊന്ന് മൂളിയതേയുള്ളൂ. പിന്നീട് അവിടം ഒരു നിശബ്ദത മാത്രം അങ്ങനെ നിറഞ്ഞു നിന്നു. 3 പേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവർ എഴുന്നേറ്റു. പിറ്റേന്ന് രാവിലെ വിച്ചു താഴേക്ക് വരുമ്പോൾ ഹാളിൽ അച്ഛനും വല്യച്ഛന്മാരും എല്ലാവരും ഇരിപ്പുണ്ട്. അവൻ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയെ കൂടി വിളിച്ചു. അമ്മയ്ക്കൊപ്പം തന്നെ വല്യമ്മമാരും നന്ദുവും ഹാളിലേക്ക് വന്നു. അവൻ നന്ദുവിനെ ഒന്ന് നോക്കി. ഇന്നലത്തെ കരച്ചിലിൻ്റെ ബാക്കി ഇപ്പോഴും അവളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാത്രി വീണ്ടും കരഞ്ഞു കാണണം.
അവനിൽ നിന്നും ഒരു നിശ്വാസം അടർന്നു വീണു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാളിൽ വന്നു നിന്ന് അവനത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം അത്രമേൽ ഉറച്ചതായിരുന്നു. അതു കേട്ടുകൊണ്ടാണ് വൈശാലിയും അവിടേക്ക് വന്നത്. ഏട്ടൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ കണ്ണും കാതും കൂർപ്പിച്ചു നിന്നു. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഞാൻ അഭിനന്ദിൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചെങ്കിൽ മാത്രമേ വൈശാലിയെ അവൻ കെട്ടുകയുള്ളൂ എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എൻ്റെ കല്യാണം ദേ ആ നിൽക്കുന്നവളുമായി വർഷങ്ങൾക്ക് മുൻപേ നിങ്ങൾ പറഞ്ഞുറപ്പിച്ചതാണ്. അവൾ എൻ്റേതും ഞാൻ അവളുടേതുമാണെന്ന് കരുതി തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ജീവിച്ചതും. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. എനിക്കൊരു കല്യാണമുണ്ടെങ്കിൽ അത് എൻ്റെ നന്ദൂട്ടിയുടെ കൂടെയായിരിക്കും. അതുകൊണ്ട് ഇതല്ലാതെ തന്നെ വൈശാലിയുടെ കല്യാണം നടത്താൻ പറ്റുമോയെന്ന് നോക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്നെയോ അവളെയോ പറഞ്ഞു തിരുത്താമെന്ന് നിങ്ങളാരും കരുതേണ്ട. ഇനി ഈ കാര്യത്തിൽ ഒരു ചർച്ചയില്ല, ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പറഞ്ഞതു കേട്ട് എല്ലാവരും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അഭിനന്ദിൻ്റെ വീട്ടുകാർ അന്ന് പറഞ്ഞ രീതി ആലോചിക്കുമ്പോൾ ഇതല്ലാതെ അവർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് ഉറപ്പായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി അച്ഛൻ. എന്നാൽ ഈ സമയം നന്ദുവിനെ തന്നെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു വൈശാലി. നന്ദുവിനെ കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾക്കപ്പോൾ. അല്ലെങ്കിലും അവൾ അങ്ങനെയാണ്. അവൾക്ക് അവളുടെ കാര്യങ്ങൾ മാത്രമേയുള്ളൂ. അവളുടെ നോട്ടത്തിൽ നന്ദു ആകെ പതറിപ്പോയി. ഇത്രയും വെറുപ്പോടെ ദേഷ്യത്തോടെ തന്നെ അവളിങ്ങനെ നോക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടായിരുന്നു. വിഷ്ണുവും അപർണയും തമ്മിലുള്ള കല്യാണം നടക്കില്ലെന്നുള്ളതുകൊണ്ട് തന്നെ അവർ വീണ്ടും അഭിനന്ദിൻ്റെ വീട്ടിൽ സംസാരിക്കാനായി ചെന്നു. എന്നാൽ അപ്പോഴും അവർ അവരുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. വിഷ്ണു അപർണയെ വിവാഹം ചെയ്യുമെങ്കിൽ അഭിനന്ദ് വൈശാലിയെ വിവാഹം ചെയ്യും. പറഞ്ഞത് തന്നെ അവർ വീണ്ടും പറഞ്ഞതും വിഷ്ണുവിന് ഉള്ളംകാലിൽ നിന്നും പെരുത്തു കയറി. തൻ്റെ കല്യാണം ആദ്യമേ പറഞ്ഞു വെച്ചതാണെന്നും താൻ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാം അറിഞ്ഞിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്ന അഭിനന്ദിൻ്റെ വീട്ടുകാരെ കണ്ട് വിഷ്ണുവിന് അവരോട് വല്ലാത്ത പുച്ഛവും ദേഷ്യവും തോന്നി. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അഭിനന്ദിനെ കാണുമ്പോൾ ആ ദേഷ്യം ഒന്നുകൂടി കൂടിയതേയുള്ളൂ. പഠിക്കാൻ പോയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ വയറ്റിൽ ഒരു കുട്ടിയെയും കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ നാണമുണ്ടോടാ? കൂടെ കൂട്ടാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്ത് ധൈര്യത്തിലാടാ ഈ പണിക്ക് പോയത് എന്ന് വിഷ്ണു അഭിനന്ദിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് ചോദിക്കുമ്പോഴും അവന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും പറയാതെ നിൽക്കുന്ന അവനെ കണ്ട് ദേഷ്യം കൊണ്ട് വിഷ്ണു അവൻ്റെ മുഖം നോക്കിയൊന്ന് കൊടുത്തു. അതിൽ പിന്നെ പ്രശ്നം കൂടുതൽ വഷളായി. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെയുണ്ടായി. പക്ഷേ അവൻ്റെ വീട്ടുകാരുടെ തീരുമാനത്തിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടായില്ല. ആകെ വിറഞ്ഞു കയറിയാണ് വിഷ്ണു ആ വീടിൻ്റെ പടി ഇറങ്ങിയത്. എനിക്കൊന്നും അറിയില്ല. നന്ദുവിനെ മറന്ന് ഇവൻ്റെ ചേച്ചിയെ കെട്ടാനൊന്നും എന്നെ കിട്ടില്ല. മോള് സ്വയം ഉണ്ടാക്കി വെച്ചതല്ലേ. അവളോട് തന്നെ ഒരു വഴി കാണാൻ. അവൾ വേണ്ടാത്തത് കാണിച്ചു വെക്കുന്നതിന് ഇല്ലാതാക്കാനുള്ളതല്ല എൻ്റെയും നന്ദുവിൻ്റെയും ജീവിതം. ഞങ്ങൾക്കുമുണ്ട് ഒരു മനസ്സ്. അവളെ ഈ അവസ്ഥയിൽ ആക്കിയവൻ തന്നെ ഇതിനൊരു പരിഹാരം കാണട്ടെ. കാറിലേക്ക് കയറിയതും വിഷ്ണു ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ മുഖം അത്രമേൽ ദേഷ്യത്തിലായിരുന്നു. അവൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് അറിയാവുന്നതുകൊണ്ട് ആർക്കും ഒന്നും പറയാനും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയതും വിഷ്ണു ഡോർ തുറന്നിറങ്ങി അകത്തേക്ക് ഓടിക്കയറി. ദേഷ്യത്തിൽ വരുന്ന അവനെ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഒട്ടും പന്തിയല്ലെന്ന് അമ്മയ്ക്കും വല്യമ്മമാർക്കുമെല്ലാം തോന്നി. നന്ദുവും അവിടെയുണ്ടായിരുന്നു. അവൻ്റെ പിറകിലായി കയറി വന്നവരുടെ മുഖവും അതേപോലെ തന്നെയായിരുന്നു. അവൻ ആരെയും നോക്കിയില്ല. അവളെവിടെ? അവളെ വിളിക്ക്. അമ്മയെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അകത്തുണ്ട്, വിളിക്കാം പറഞ്ഞുകൊണ്ട് അമ്മ വേഗം അവളുടെ മുറിയിലേക്ക് ചെന്നു. നന്ദു വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രമേൽ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ അവൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ലായിരുന്നു. അവൾക്ക് വല്ലാത്ത പേടിയും സങ്കടവുമൊക്കെ തോന്നി. അമ്മയുടെ പിറകിലായി ഇറങ്ങി വരുന്ന വൈശാലിയെ കണ്ട് അവൻ്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. എല്ലാം അറിയുമ്പോൾ അവളുടെ തീരുമാനം എന്തെന്ന് അറിയണം. അത് കഴിഞ്ഞിട്ട് വേണം ചിലതെല്ലാം തീരുമാനിക്കാൻ. വൈശാലി അവൻ്റെ മുൻപിലായി വന്നു നിന്നു. അവനൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ച ശേഷം അവളെയൊന്ന് നോക്കി. ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടിയില്ലെങ്കിൽ നിന്നെ അവനും കെട്ടില്ലെന്ന് പറയുന്നു.
എൻ്റെയും നന്ദുവിൻ്റെയും കാര്യം നിനക്ക് അറിയാമല്ലോ. എനിക്ക് അവളെ മറന്നും അവൾക്ക് എന്നെ മറന്നും ഒരു ജീവിതമില്ല. നിന്നെ ഈ അവസ്ഥയിൽ ആക്കിയവൻ വാ തുറന്നൊരക്ഷരം പറയുന്നുമില്ല. ഇനി എന്താണ് നിന്റെ തീരുമാനം? വിഷ്ണു അവളോട് അവനെക്കൊണ്ടാകുന്നതുപോലെ സൗമ്യമായാണ് ചോദിച്ചത്. എനിക്ക് അഭിയേട്ടനെ വേണം, ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൾ പറഞ്ഞു. എങ്ങനെ? നീ പറഞ്ഞാൽ അവൻ അവൻ്റെ വീട്ടുകാരെ എതിർത്ത് നിന്നെ കെട്ടുമോ? വിഷ്ണു വീണ്ടും ചോദിച്ചു. അതെനിക്ക് അറിയില്ല, പക്ഷേ എനിക്ക് അഭിയേട്ടനെ വേണം. എനിക്ക് അഭിയേട്ടനെ ഇഷ്ടമാണ്, അവൾ പറഞ്ഞു. ആ ഇഷ്ടം അവന് നിന്നോട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു. നീ ചെന്ന് നിന്റെ ഫോൺ എടുത്തുകൊണ്ട് വാ, വിഷ്ണു ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അവൾ വേഗം മുറിയിൽ ചെന്ന് ഫോണെടുത്ത് തിരികെ വന്നു. ഇനി അവനെ വിളിക്ക്, എന്നിട്ട് എന്താ അവൻ്റെ തീരുമാനമെന്ന് ചോദിക്ക്. അവൻ പറഞ്ഞതും അവൾ അഭിനന്ദിനെ വിളിച്ചു. അവിടെ നിന്നും അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെങ്കിലും അവളുടെ മുഖം വാടുന്നത് കണ്ടപ്പോൾ തന്നെ അഭിനന്ദ് എന്തായിരിക്കും പറഞ്ഞിരിക്കുക എന്നെല്ലാവർക്കും മനസ്സിലായിരുന്നു. അവൻ എന്തു പറഞ്ഞു? അവൾ ഫോൺ വെച്ചു കഴിഞ്ഞതും വിഷ്ണു ചോദിച്ചു. അഭിയേട്ടന് എന്നെ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ വീട്ടുകാരെ പേടിയാണെന്ന്. അതുകൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ, വൈശാലി പറഞ്ഞു. എന്ത് സമ്മതിപ്പിക്കാൻ? വിഷ്ണു ചോദിച്ചതും അവളൊന്ന് പതറി. അത് ഏട്ടൻ അപർണേച്ചിയെ വിവാഹം ചെയ്യാൻ, അവൾ പതിയെ പറഞ്ഞു. അത് അവൻ പറയുന്നതല്ലേ. എന്താ നിന്റെ തീരുമാനം? അവനും അവൻ്റെ വീട്ടുകാരും പറയുന്നത് പോലെ ഞാൻ നന്ദുവിനെ മറന്ന് അവൻ്റെ ചേച്ചിയെ വിവാഹം ചെയ്യണമെന്നാണോ? വിഷ്ണു വീണ്ടും എടുത്തു ചോദിച്ചു. അല്ലാതെ അവർ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ ഏട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കണം. വൈശാലിക്ക് ഇതൊന്നും പറയാൻ ഒട്ടും താമസിക്കേണ്ടി വരുന്നില്ല എന്നത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞു. ഇല്ലെങ്കിൽ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കടപ്പല്ല് ഞെരിയുന്ന ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്താ നിന്റെ തീരുമാനം? വിഷ്ണു വീണ്ടും അവളെ നോക്കി ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല, പക്ഷേ അവളുടെ ആ മുഖത്ത് വല്ലാത്ത ദേഷ്യം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. പഠിക്കേണ്ട സമയത്ത് വയറ്റിലൊരു കൊച്ചിനെയും തന്നിട്ട് വീട്ടുകാരെ പേടിയാണെന്നും പറഞ്ഞ് നിൽക്കുന്ന അവനെ തന്നെ നിനക്ക് വേണോ? നാളെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അവൻ നിന്റെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? വിഷ്ണു ചോദിച്ചു. അഭിയേട്ടൻ ഒരു പാവാണ്, എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ നിൽക്കും. എന്നിട്ടെന്താ ഇപ്പോൾ നിൽക്കാത്തത്? ഇപ്പോഴല്ലേ നിന്റെ കൂടെ നിൽക്കേണ്ടത്? വിഷ്ണു ചോദിച്ചു. അഭിയേട്ടൻ്റെ വീട്ടുകാർ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. അതൊന്ന് ഏട്ടന് മനസ്സിലാക്കിക്കൂടെ? അവളുടെ പറച്ചിൽ കേട്ട് വിഷ്ണുവിന് ചൊറിഞ്ഞു കയറി. നീ ഒന്നുകൂടി അവനെ വിളിക്ക്, എന്നിട്ട് പറയ് ഏട്ടന് നിന്റെ അഭിയേട്ടൻ്റെ ചേച്ചിയെ കെട്ടാൻ സമ്മതമല്ലെന്ന്. അല്ലാതെ തന്നെ അവനെക്കൊണ്ട് നിന്നെ കെട്ടിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറയ്. അവൻ നിനക്കൊരു കൊച്ചിനെ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കെട്ടേണ്ട ബാധ്യതയും അവനുണ്ട്. അതിന് ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പോലീസും കോടതിയുമൊക്കെ ഉണ്ടെന്ന് അവനോടൊന്ന് പറഞ്ഞേക്ക്. ഒരു കേസ് കൊടുത്താൽ നിന്നെ കെട്ടാൻ അവർ തന്നെ നമ്മുടെ പിറകെ വന്നോളും. നീ ഇപ്പോൾ തന്നെ വിളിച്ച് അവനോട് കാര്യം പറയ്. വിഷ്ണു പറഞ്ഞതും അതൊരു നല്ല കാര്യമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയ പ്രതീക്ഷ വന്നിട്ടുണ്ട്. എന്നാൽ അത് അല്പം നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അഭിനന്ദിനെ വിളിച്ച് ഫോൺ വെച്ച ശേഷം അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു. അതൊന്നും നടക്കില്ല. കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അത് അഭിയേട്ടനും എനിക്കും ഒരുപോലെ നാണക്കേടാണ്. അതുകൊണ്ട് അങ്ങനെയൊരു കാര്യം ചിന്തിക്കേ വേണ്ട. അവൾ പറഞ്ഞതും വിഷ്ണു കടപ്പല്ല് ഞെരിച്ചു. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? വിഷ്ണു വീണ്ടും ചോദിച്ചു. അത് ഏട്ടൻ വിവാഹത്തിന് സമ്മതിക്കണം. അല്ലാതെ കേസിനും വഴക്കിനും പോവുകയാണെങ്കിൽ സത്യമായും ഞാൻ ചത്തുകളയും. കേസൊക്കെയായി ഞങ്ങളെ നാണം കെടുത്തുന്നതിലും നല്ലത് ഏട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതല്ലേ. ഏട്ടനൊന്ന് മനസ്സിലാക്ക്. വൈശാലി വിഷ്ണുവിന് നേരെ വീണ്ടും കയർത്തതും വിഷ്ണുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ഒന്നുകൂടെ വലിഞ്ഞു മുറുകി. അതുകണ്ട് അച്ഛൻ വേഗം അവർക്ക് നടുവിലേക്ക് കയറി നിന്നു. അച്ഛനൊന്ന് മാറി നിന്നേ, ഇത് ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങൾ സംസാരിച്ചോളാം. അവൻ സൗമ്യമായി തന്നെ അച്ഛനോട് പറഞ്ഞതും അച്ഛൻ അവർക്കിടയിൽ നിന്ന് മാറി നിന്നു. നിന്നോട് ഞാൻ പറഞ്ഞോടി, പഠിക്കാൻ വിട്ടപ്പോൾ വേണ്ടാത്തത് കളിച്ച് വയറ്റിലൊരു കൊച്ചിനെയുമാക്കി ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാ.
അല്ലാതെ എൻ്റെ ജീവിതം വെച്ചല്ല കളിക്കേണ്ടത്. നിന്നെ കൂടെ കൂട്ടാനുള്ള ധൈര്യം അവനില്ലെങ്കിൽ നീ അവൻ്റെ കൂടെ ജീവിക്കേണ്ട, അത്ര തന്നെ. അവനെ നീ അങ്ങ് മറന്നേക്ക്. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം. അച്ഛനില്ലാത്ത കുഞ്ഞിനെ വളർത്താനുള്ള ധൈര്യമുണ്ടെങ്കിൽ നീ ഇതിനെ വളർത്തിക്കോ, ഇല്ലെങ്കിൽ ഇതിനെ അങ്ങ് ഇല്ലാതാക്കിയേക്ക്. അവൻ പറഞ്ഞു നിർത്തിയതും മോനെ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ അവനെ തടഞ്ഞു. പിന്നെ അമ്മ എന്താ പറയുന്നത്? ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടണമെന്നോ? ദേ ആ നിൽക്കുന്നവളെ ഞാൻ മറക്കണമെന്നോ? ഇവൾക്ക് അവനെ മറക്കാൻ പറ്റില്ലെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഞങ്ങളും? ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ജീവിതത്തിന് എന്താ ഒരു വിലയുമില്ലേ? ഞങ്ങൾക്കും ഒരു മനസ്സുണ്ട്. അതെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവളെപ്പോലെ തന്നെയാണ് എൻ്റെ നന്ദുവും. ഇവൾക്ക് മറക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ നന്ദുവിനും പറ്റില്ല. ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇവളെ സ്നേഹിച്ചവന് ഇവളുടെ കൂടെ നിൽക്കാനുള്ള ധൈര്യം ഇല്ലാതെയായി പോയത് ഞങ്ങളുടെ കുഴപ്പമല്ല. വിഷ്ണു ദേഷ്യത്തിൽ ചോദിച്ചു നിർത്തിയതും വൈശാലിയുടെ മുഖം ദേഷ്യം കൊണ്ട് വീർത്തു. അവളെക്കാളും എന്ത് പ്രത്യേകതയാണ് എനിക്കെന്നോ? അവൻ്റെ ആ ചോദ്യം മാത്രം അവളുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. അവൾക്ക് എല്ലാവരോടും വല്ലാത്തൊരു ദേഷ്യം തോന്നി. അവൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഇവളേക്കാളും എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളതെന്നോ? എന്നാൽ ഏട്ടൻ കേട്ടോ, ഇവളേക്കാളും എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളതെന്ന്. എനിക്ക് അമ്മയും അച്ഛനുമുണ്ട്. എനിക്കൊരു ഏട്ടനുണ്ട്. ഇവൾക്കോ? ഇവൾക്ക് ആരാ ഉള്ളത്? അമ്മയുണ്ടോ? അച്ഛനുണ്ടോ? സ്വന്തമെന്ന് പറയാൻ കൂടപ്പിറപ്പുകൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇവിടെ ഇങ്ങനെ ഇത്ര കാലം ജീവിച്ചില്ലേ? അപ്പോൾ കുറച്ച് സഹിക്കുകയും പൊറുക്കുകയും ഒക്കെ വേണം. ഒന്നുമില്ലേലും ഇത്ര കാലം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേ? ആ കഴിച്ച അന്നത്തിൻ്റെ നന്ദിയെങ്കിലും കാണിക്കണം. അതാണ് ഇത്തിരിയെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി. ബാക്കി പറയുന്നതിനു മുൻപേ വിഷ്ണുവിൻ്റെ കൈ വൈശാലിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. എന്തോ പറയാൻ വന്ന അമ്മ വിഷ്ണുവിൻ്റെ അടിയിൽ തറഞ്ഞു നിന്നുപോയി. വൈശാലിക്ക് കവിളൊന്നാകെ പറഞ്ഞു പോകുന്നത് പോലെ ഒരു വേദന തോന്നി. ഇതുവരെ ഏട്ടൻ തന്നെ ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. ആ ഏട്ടനാണ് ഇന്ന് തന്നെ ഇതുപോലെ കൈവീശി അടിച്ചത്. അവളുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി. എന്നാൽ തൻ്റെ കുഞ്ഞിപ്പെങ്ങളുടെ ആ കണ്ണീരിൽ അവൻ്റെ മനസ്സൊട്ടും അലിഞ്ഞില്ല. കുറച്ചു മുൻപ് അവൾ തുപ്പിയ വിഷം നിറഞ്ഞ വാക്കുകളിലായിരുന്നു അവൻ്റെ മനസ്സും ചിന്തകളും. അവൻ തിരിഞ്ഞ് നന്ദുവിനെ നോക്കി. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടയ്ക്കാൻ പോലും മറന്ന് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് അവൾ. അവളുടെ ഉള്ളം ഇപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവുമെന്ന് മറ്റാരേക്കാളും നന്നായി അവൻ അറിയാമായിരുന്നു. അവൻ അവളെയൊന്ന് ചേർത്തു പിടിക്കാൻ തോന്നി. ആരുമില്ലെങ്കിലും താൻ കൂടെ ഉണ്ടാകുമെന്ന് പറയണമെന്ന് അവന് തോന്നി. അവൾക്കരികിലേക്ക് നടക്കാനൊരുങ്ങിയ നിമിഷം തന്നെയാണ് വൈശാലി നന്ദുവിന് നേരെ പാഞ്ഞടുത്തത്. കണ്ടില്ലേ എൻ്റെ ഏട്ടൻ എന്നെ കൈ നീട്ടിയടിച്ചത്? ഇതുവരെ ഏട്ടൻ എന്നെ ഒന്ന് നുള്ളിപ്പോലും വേദനിപ്പിച്ചിട്ടില്ല. ആ ഏട്ടനാണ് ഇന്ന് എന്നെ ഇതുപോലെ കൈവീശി അടിച്ചത്. അതും നിനക്ക് വേണ്ടി. നിനക്കിപ്പോൾ സന്തോഷമായോ? നീ സന്തോഷിക്ക്, നല്ലോണം സന്തോഷിക്ക്. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടാകില്ല. വൈശാലി വല്ലാത്തൊരു ഭാവത്തോടെ നന്ദുവിനോട് പറഞ്ഞു. ഇതുവരെ ചേച്ചിയെന്ന് മാത്രം വിളിച്ചവളാണ് ഇന്ന് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോർത്ത് നന്ദുവിന് വല്ലാത്ത സങ്കടം തോന്നി. അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകാൻ ഒരുങ്ങുമ്പോഴാണ് അച്ഛൻ വൈശാലിയെ പിറകിൽ നിന്നും വിളിച്ചത്. അച്ഛൻ തന്നെ സമാധാനിപ്പിക്കാൻ വരികയാണെന്നോർത്ത് വൈശാലിയുടെ ഉള്ളിൽ ഗൂഢമായൊരു ചിരി വിടർന്നു. അവൾ നന്ദുവിനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. നീ പറഞ്ഞതുകൊണ്ട് പറയാണ്. ഇവളിവിടെ എന്തോ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ കേട്ടോ, ഇവൾക്ക് അവകാശവും അധികാരവും ഉള്ളിടത്ത് തന്നെയാണ് ഇവൾ നിൽക്കുന്നത്. എനിക്കുള്ളതുപോലെ തന്നെ അവകാശം ഈ വീട്ടിൽ ഇവളുടെ അമ്മയ്ക്കുണ്ട്. അങ്ങനെ നോക്കിയാൽ നിനക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടി അവകാശമാണ് ഇവൾക്ക് ഇവിടെ. അതുകൊണ്ട് ഇവൾ ഇവിടെ നിന്ന് തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും കണക്കൊന്നും നീ പറയണ്ട. അച്ഛൻ പറഞ്ഞു. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ തനിക്കൊരു സമാധാനവും കിട്ടില്ലെന്ന് അച്ഛന് അറിയാമായിരുന്നു. കാരണം അവൾ അത്രമേൽ വിഷം തുപ്പിയിട്ടും താനൊന്നും പറഞ്ഞില്ലെങ്കിൽ തൻ്റെ അനിയത്തിയുടെ ആത്മാവ് തന്നോട് പൊറുക്കില്ലെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് വിഷ്ണുവിന് കുറച്ചൊരു സമാധാനം തോന്നിയത്. അവൻ അച്ഛനെ ഒന്ന് നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ അലിവോടെ നന്ദുവിൻ്റെ മുഖത്തായിരുന്നു. എന്നെ ഏട്ടൻ തല്ലി. അതിന് അച്ഛനൊന്നും പറയാനില്ലേ? വൈശാലി കവിളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. തല്ല് കിട്ടിയെങ്കിൽ നന്നായിപ്പോയി.
അത് നീ ചോദിച്ചു വാങ്ങിയതാ. അച്ഛൻ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. വിഷ്ണു നന്ദുവിനെ ഒന്ന് നോക്കി. അവൻ അവൾക്കരികിൽ ചെന്ന് അവളുടെ കൈ പിടിച്ചെടുത്തു. നന്ദൂട്ടിയെ, സങ്കടപ്പെടല്ലേ, നിനക്ക് ഞാനില്ലേ? അവൻ പതിയെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ പതിയെ മുകളിലേക്കുള്ള പടികൾ കയറി. അവൾ പോകുന്നതും നോക്കി നിന്ന എല്ലാവരുടെയും നെഞ്ച് പിടഞ്ഞു. അവൾക്കിപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടാകുമെന്ന് അവർക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആരെയും നോക്കാതെ വിഷ്ണുവും മുകളിലേക്കുള്ള പടികൾ കയറി. മുറിയിൽ വന്നതും അവൾ നേരെ മേശപ്പുറത്തിരിക്കുന്ന അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോ കയ്യിലെടുത്തു. അവർക്ക് നടുവിലായി അവളും ഇരിക്കുന്നുണ്ട്. 3 പേരുടെയും മുഖത്ത് സന്തോഷമാണ്. ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരിക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തൊക്കെയോ പറഞ്ഞു കരയണമെന്ന് അവൾക്കുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതെല്ലാം തൊണ്ടക്കുഴിയിൽ വന്നു നിന്ന് അവളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? പോവുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ? ഞാനിവിടെ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഭാരമായി. അവൾ കരച്ചിലോടെ പറയുന്നത് കേട്ടുകൊണ്ടാണ് വിഷ്ണു അവിടേക്ക് വന്നത്. അവന് വല്ലാത്ത സങ്കടം തോന്നി. ഹൃദയം വല്ലാതെ വേദനിച്ചു. കട്ടിലിൽ ഇരിക്കുന്ന അവൾക്ക് പിറകിലായി അവനും ചെന്നിരുന്നു. ഏതോ ലോകത്തായിരുന്ന അവൾ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. അവൻ അവളുടെ തോളിലൂടെ കൈ ചുറ്റി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും എന്തോ അവനിൽ നിന്നും അകന്നു മാറാൻ അവൾക്ക് ആയതേയില്ല. നിനക്ക് ഞാനില്ലേ നന്ദു? ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നീ ഇപ്പോഴും ആരുമില്ലാത്തവളാണെന്ന് പറയുന്നതെന്താ? എൻ്റെ സ്നേഹം സത്യമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇടറുന്ന സ്വരത്തോടെ അവൻ ചോദിച്ചതും അവൾ വേഗം തിരിഞ്ഞവനെ നോക്കി. അവൻ്റെ വാ പൊത്തിക്കൊണ്ട് അല്ലെന്ന് പതിയെ തലയാട്ടി. നീ പോയാൽ എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പറ്റില്ല നന്ദു. നീ ഇല്ലാത്തൊരു ജീവിതം ഓർക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതെന്നെ കൊല്ലുന്നതിന് സമമായിരിക്കും. എല്ലാം ശരിയാവും. പക്ഷേ അവൾ പറയുന്നത് കേട്ട് വേണ്ടാത്തതൊന്നും എൻ്റെ കുട്ടി ചിന്തിക്കരുത്. അവൾക്ക് വേണ്ടി ചിലപ്പോൾ നിന്നെ ഇപ്പോൾ സ്നേഹിക്കുന്ന പലരും നിന്റെ അടുത്ത് വരും. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞെന്നും വരും. പക്ഷേ അതൊന്നും കാര്യമാക്കരുത്. എനിക്ക് എൻ്റെ വിച്ചേട്ടനെ വേണമെന്ന് തന്നെ ഉറപ്പിച്ച് പറയണം. എന്നെ ഒറ്റയ്ക്കാക്കരുത്. എന്നെ തോൽപ്പിക്കരുത്. പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ച് അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി. അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവളുടെ കണ്ണീര് വീണ് അവൻ്റെ നെഞ്ചാകെ നനയുമ്പോൾ അവൻ്റെ കണ്ണീര് അവളുടെ മൂർധാവിൽ തളം കെട്ടിയിരുന്നു. പെട്ടെന്നാണ് ആരുടെയൊക്കെയോ കരച്ചിൽ കേട്ടത്. വിച്ചുവും നന്ദുവും പരസ്പരം ഞെട്ടലോടെ നോക്കി. അവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് വൈശാലിയുടെ മുറിക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരെയാണ്. അകത്തുനിന്നും അമ്മയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ചെന്നു നോക്കിയപ്പോൾ കാണുന്നത് ഫാനിൽ കുരുക്കിട്ട ഷാളിൽ നിന്നും താഴെ ഇറക്കുന്ന വൈശാലിയെയാണ്. അവൾക്ക് ബോധമുണ്ടായിരുന്നില്ല ആ സമയം. ബോധമില്ലാതെ കിടക്കുന്ന അവളെയും അടുത്തിരുന്ന് കരയുന്ന അമ്മയെയും കണ്ട് പകച്ചു നിൽക്കുകയാണ് വിച്ചുവും നന്ദുവും. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണെന്ന് അവരുടെ 2 പേരുടെയും ഉള്ളിൽ നിന്നും ആരോ പറഞ്ഞു തുടങ്ങി. വൈശാലിയുടെ കഴുത്തിൽ ചുവന്ന വരകൾ വീണിട്ടുണ്ട്. അമ്മയതിൽ തടവിക്കൊടുത്തുകൊണ്ട് കരയുകയാണ്. വിച്ചു പതിയെ ഹാളിലേക്ക് നടന്ന് സോഫയിൽ ചെന്ന് താടിക്ക് കൈ കൊടുത്തിരുന്നു. അത് നോക്കി നിൽക്കുമ്പോൾ നന്ദുവിൻ്റെ ഉള്ളം കൂടുതൽ നീറി. അരുതാത്തതെന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണെന്ന് അവളുടെ ഉള്ളം പറഞ്ഞു. താൻ വീണ്ടും തനിച്ചാകാൻ പോകുന്നത് പോലെ. ഒരു കരച്ചിൽ അവളുടെ തൊണ്ടക്കുഴിയിൽ വന്നെത്തി നിന്നതും അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് മുറിയിലേക്കോടി. എനിക്ക് അഭിയേട്ടനെ വേണം. അതിന് ഏട്ടൻ ആ വിവാഹത്തിന് സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായും ഞാൻ ചത്തുകളയും. വൈശാലി വീണ്ടും വാശിയോടെ പറഞ്ഞു. അതുകേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അവളുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവൾ എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പേടിച്ചു പോയിരുന്നു. ഇപ്പോൾ തന്നെ അമ്മ കണ്ടതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഓർക്കാൻ തന്നെ പേടി തോന്നി എല്ലാവർക്കും. എന്നാൽ വൈശാലിയുടെ ഉള്ളിൽ താൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന സന്തോഷമായിരുന്നു. അമ്മ ഇപ്പോൾ തന്നെ മുറിയിലേക്ക് വരുമെന്ന് അത്രയും ഉറപ്പിച്ച ശേഷമാണ് കഴുത്തിൽ കുരുക്കിട്ടത്. അതും വാതിൽ വെറുതെ ചാരി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.
വെറുതെ തൂങ്ങാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആർക്കും അത്ര വലിയ ചൂട് ഉണ്ടാകില്ലെന്ന് അവൾക്ക് തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴുത്തിൽ കുരുക്കിട്ടതും. മതി, ഇതിൽ എല്ലാവരും വീണിട്ടുണ്ട്. ഇനിയെല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നോളും. അവൾ ഉള്ളിൽ ഗൂഢമായൊന്ന് ചിരിച്ചു. മോള് ഇനിയും ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒന്നുകൂടി ആലോചിച്ചൂടെ വിച്ചു? അമ്മ വിച്ചുവിനോട് പറഞ്ഞതും വിച്ചു ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി. ഇത് ഇങ്ങനെയേ വരൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അതിലേറെ ഞെട്ടലായിരുന്നു നന്ദുവിന്. അവളുടെ ഉള്ളം കീറി മുറിഞ്ഞു. അമ്മ ആ നിൽക്കുന്ന പെണ്ണിനെ കണ്ടോ? അതൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരും പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചത്. അമ്മയുടെ മോള് ഇന്ന് ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്. അതുപോലെയാണോ ഇവളും ഇതുപോലെ കരഞ്ഞാൽ? എന്നെ കിട്ടിയില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ് ഇതുപോലെ ചെയ്താൽ അമ്മ ആരുടെ കൂടെ നിൽക്കും? സ്വന്തം മോള് അല്ലാത്തതുകൊണ്ട് മാത്രം ഇവൾ ചത്തോട്ടെ എന്ന് വെക്കുമോ? നിങ്ങൾക്കൊക്കെ ഇവളെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റും, ഇവളെ അറിയാത്തതുപോലെ തിരിഞ്ഞിരിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഇവളെൻ്റെ ജീവനാ അമ്മേ. ഇവളില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവളുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ ചിന്തിച്ചു നോക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഒന്ന് മനസ്സിലാക്ക് അമ്മേ, അവൻ ദയനീയമായി അമ്മയോട് പറഞ്ഞു. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദുവിൻ്റെ നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. തന്നെ അവൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായും ഞാൻ ചത്തുകളയും, വൈശാലി വീണ്ടും വാശിയോടെ പറഞ്ഞു. എന്നാ ഞാനും ഒരു കാര്യം പറയാം. ദേ ഈ നിൽക്കുന്ന ഇവളെ കിട്ടിയില്ലെങ്കിൽ ഞാനും ചത്തുകളയും. ഞാൻ മാത്രമല്ല, ദേ ഈ നിൽക്കുന്ന ഇവളും. അങ്ങനെ അമ്മയുടെ മോള് മാത്രം എപ്പോഴും വാശി കാണിച്ചാൽ പോരല്ലോ. ഇവിടെ അവളുടെ വാശിക്ക് നിന്നുകൊടുത്താൽ ഇല്ലാതെയാകുന്നത് ഞങ്ങളുടെ ജീവിതമാണ്. അവൾക്ക് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. അല്ലാതെ ഞാൻ അവൻ്റെ ചേച്ചിയെ കെട്ടിയിട്ട് ഈ കല്യാണം നടക്കുമെന്ന് ആരും കരുതേണ്ട. പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറാൻ തുടങ്ങിയ അവനൊന്ന് നിന്നു. പിന്നെ നന്ദുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്ത് കാണാൻ നിൽക്കുക നീ ഇവിടെ? ചെല്ല്, മുറിയിലേക്ക് പോ. ഇല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റാനും ഇവരൊന്നും ശ്രമിക്കാതിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്കൊന്നും ഒരു നഷ്ടവും വരാനില്ല. നഷ്ടങ്ങൾ മുഴുവൻ എനിക്കും ഇവൾക്കുമായിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ നന്ദു? മുറിയിലേക്ക് പോ. വിഷ്ണു ഒന്നുകൂടെ ശബ്ദത്തിൽ പറഞ്ഞതും നന്ദു വേഗം മുകളിലേക്ക് നടന്നു. പിന്നീടുള്ള ദിവസങ്ങൾ വിഷ്ണു ആരോടും സംസാരിച്ചില്ല. കേസ് കൊടുത്ത് അവരെക്കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിക്കാമെന്നതിന് വൈശാലി സമ്മതിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ ചത്തുകളയുമെന്ന് അവൾ ഭീഷണി മുഴക്കി. വെറും ഭീഷണി മാത്രമല്ല, ഇതിനിടയിൽ വൈശാലി പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പോഴൊക്കെയും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. അല്ല, അങ്ങനെയല്ല, രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവസാനം ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാതെ അമ്മ വിച്ചുവിൻ്റെയും നന്ദുവിൻ്റെയും കാല് വരെ പിടിക്കാമെന്ന അവസ്ഥയിലെത്തി. മോളോട് അമ്മയ്ക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വേർതിരിച്ച് കാണുന്നതുകൊണ്ടുമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കൾ മരിച്ചു കാണാൻ ഒരമ്മയ്ക്കും സാധിക്കില്ല. വിച്ചു ഒരു പാവാണ്, മോളും അതുപോലെയല്ല വൈശു. അവൾക്ക് വാശി അല്പം കൂടുതലാ. ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അവൾ പറയുന്നത് പോലെ ചെയ്തു കളയും. അമ്മയ്ക്ക് പേടിയായതുകൊണ്ടാ. മക്കള് അമ്മയോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. അമ്മ വേണമെങ്കിൽ മോളെ കാല് പിടിക്കാം. അമ്മ നന്ദുവിൻ്റെ കാല് പിടിക്കാനായി കുനിഞ്ഞതും അവൾ വേഗം അമ്മയെ തടഞ്ഞു. തൻ്റെ പ്രാണനെ വിട്ടുകൊടുക്കാനാണ് അമ്മ പറയുന്നത്. തനിക്കതിന് പറ്റുമോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി. അമ്മ നന്ദുവിൻ്റെ കൈവിട്ട് വിച്ചുവിന് അരികിൽ ചെന്ന് ഇതുപോലെ വീണ്ടും അവൻ്റെ കാല് പിടിക്കാൻ വേണ്ടി പോയതും അവൻ കാല് പിറകിലേക്ക് വലിച്ചുകൊണ്ട് അമ്മയെ തടഞ്ഞു. എല്ലാവരും അവനെ ഒരുപോലെ നിർബന്ധിച്ചു. അവസാനം അവൻ നിറഞ്ഞ കണ്ണുകളോടെ നന്ദുവിന് അരികിൽ ചെന്ന് നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയം. നന്ദു, എനിക്ക് നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ പറ്റിയില്ല. എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകുമെന്നും നിന്നെ ഒരിക്കലും തനിച്ചാക്കില്ലെന്നും പറഞ്ഞിട്ട് നിന്റെ വിച്ചേട്ടന് അതൊന്നും സാധിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരുടെയും മുൻപിൽ ഇവർ പറയുന്നത് പോലെയൊക്കെ നിന്നു കൊടുക്കാം. ആര് വേണമെങ്കിലും താലി കെട്ടാം. പക്ഷേ ഒന്നുണ്ട്, ഒരു ജീവിതം എനിക്കുണ്ടാകില്ല.
എൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശി മാത്രമേ ഉള്ളൂ. അത് നീയാ, നീ മാത്രം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ അവർ ഈ കല്യാണത്തിന് നിർബന്ധം പിടിക്കുന്നത്. അതുകൊണ്ട് ആരെയും ചതിച്ചെന്നോ ജീവിതം ഇല്ലാതാക്കിയെന്നോ ഉള്ള കുറ്റബോധം പേറി നടക്കുകയും വേണ്ട. അവൻ പറഞ്ഞതു കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. കല്യാണത്തിന് സമ്മതിക്കുമ്പോൾ അവൻ ഇങ്ങനെയൊരു തീരുമാനം എടുത്തു കളയുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദു അപ്പോഴും അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിൽക്കുകയാണ്. ഹൃദയം 1000 കത്തി ഒരുമിച്ച് ഇറക്കുന്നത് പോലെ വേദന കൊണ്ട് പിടയുന്നുണ്ട്. തന്നെ വേണ്ടെന്ന് വെക്കുകയാണ്. ഈ ജന്മത്തിലെ സകല സന്തോഷവും സ്വപ്നങ്ങളും എല്ലാം ഇവിടെ തകർന്നടിയുകയാണ്. അവൾക്ക് താനിവിടെ മരിച്ചു വീഴുകയാണെന്ന് പോലും തോന്നിപ്പോയി. അവൻ അവളുടെ കൈ പിടിച്ചെടുത്തുകൊണ്ട് തൻ്റെ തലയിൽ വെച്ചു. മരണം നിന്നെ വന്ന് വിളിച്ചിട്ടല്ലാതെ നീയായിട്ട് ഒരിക്കലും മരണത്തെ തേടി പോകില്ലെന്ന് എനിക്ക് വാക്ക് താ. അങ്ങനെ എന്നെ കൊല്ലില്ലെന്ന് വാക്ക് താ. പറയുമ്പോൾ അവൻ്റെ സ്വരം വിറച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ അവൻ്റെ മുഖത്തേക്കും അവൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന തൻ്റെ കൈയിലേക്കും മാറി മാറി നോക്കി. വാക്ക് താ നന്ദു, നിന്റെ വിച്ചേട്ടനല്ലേ? അവൻ്റെ ഹൃദയം മുഴുവൻ കീറിപ്പറയുന്ന വേദന അവൻ്റെ ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി. മരണം വന്ന് വിളിച്ചിട്ടല്ലാതെ ഞാനായിട്ട് ഒരിക്കലും മരണത്തെ തേടി പോകില്ല. എൻ്റെ വിച്ചേട്ടനാണേ സത്യം. പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു. കണ്ണുകൾ ഇറുക്കെ അമർത്തി അടച്ച് അവൾ കരഞ്ഞു. അടഞ്ഞ കൺപീലികൾക്കിടയിലൂടെ കണ്ണുനീർ നിർത്താതെ ഒഴുകി. അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു ആ സമയം. ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു വേദന ഹൃദയത്തിൽ നിറഞ്ഞതും അവൻ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. മോള് വിച്ചേട്ടനോട് ക്ഷമിക്കി, അവൻ കരച്ചിലിനിടയിലും പറഞ്ഞുകൊണ്ട് അവളുടെ മൂർധാവിൽ ചുണ്ടമർത്തി. അവൾ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു. അത് കണ്ടു നിന്നവരും കരഞ്ഞു പോയിരുന്നു ആ സമയം. സമ്മതം. നിങ്ങൾ പറയുന്ന ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം. അവൻ നന്ദുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെയും കണ്ടും കേട്ടും നിന്ന എല്ലാവരുടെയും നെഞ്ചു പിടഞ്ഞു. എന്നാൽ ഒരാൾക്ക് മാത്രം സന്തോഷമായിരുന്നു. അവൾ ഓടി വന്ന് വിച്ചുവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിൽ ചുണ്ടമർത്തി. താങ്ക്സ് ഏട്ടാ, വൈശാലി പറഞ്ഞു. എല്ലാവർക്കും അവളോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി ആ സമയം. എന്നാൽ വിച്ചു അവളെ തന്നിൽ നിന്നും നീക്കി നിർത്തി അവൾ ചുണ്ടമർത്തിയ ഇടം അമർത്തി തുടച്ചു. തൊട്ടുപോകരുത് എന്നെ. സ്വന്തം ഏട്ടൻ്റെ മനസ്സോ ജീവിതമോ ഓർക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന നിന്നെപ്പോലൊരു അനിയത്തി എനിക്കിനി ഇല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ? എനിക്കിനി ഇങ്ങനെയൊരു അനിയത്തിയില്ല. എൻ്റെ അനിയത്തി ഇന്ന് ഇവിടെ വെച്ച് മരിച്ചു. നീയും ഞാനും തമ്മിലുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ ഈ നിമിഷം ഇവിടെ വെച്ച് കഴിഞ്ഞു. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാ. ഇനി ഇവളും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവളെൻ്റെ ആരുമല്ല, ഞാൻ ഇവളുടെയും. മനുഷ്യരക്തം കുടിക്കുന്ന യക്ഷിയാണ് ഇവൾ. ഒരു കേസ് കൊടുത്താൽ അവൻ ഇവളെ വിവാഹം ചെയ്യും. ആരും അറിയാനും പോകുന്നില്ല. എനിക്കും നന്ദുവിനും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യാം. പക്ഷേ ഇവളത് ചെയ്യില്ല. ഇവൾക്ക് വലുത് അവരാണ്, അവർ പറയുന്നതാണ്. ഇത്ര കാലം പൊന്നുപോലെ കൊണ്ടു നടന്ന ഏട്ടനെ അവൾക്ക് വേണ്ട. ഏട്ടൻ്റെ സങ്കടോ വേദനയോ ഒന്നും അവൾക്ക് പ്രശ്നമല്ല. ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തിയത് വിഷം കൂടിയ സർപ്പത്തെയാണ്. ഇവളുടെ മുടി മുതൽ നഖം വരെ വിഷമാണ്, കൊടും വിഷം. തെറ്റ് ചെയ്തു വന്നിട്ടും ബാക്കിയുള്ളവരെ അടിച്ചമർത്താനും വേദനിപ്പിക്കാനുമാണ് അവൾക്ക് മിടുക്ക്. നോക്കിക്കേ, തെറ്റ് ചെയ്ത എന്തെങ്കിലും കുറ്റബോധമോ പേടിയോ അവളുടെ മുഖത്തുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഇല്ല, എങ്ങനെ ഉണ്ടാകും? ഞാനടക്കം എല്ലാവരും കൊഞ്ചിച്ച് വഷളാക്കിയില്ലേ? പക്ഷേ എനിക്ക് വിവരം വെച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കൊഞ്ചിക്ക്, ഇനിയും കൊഞ്ചിക്ക്. ചത്തുകളയുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണല്ലോ. അതുകൊണ്ട് കൊഞ്ചിക്ക്, നന്നായി കൊഞ്ചിക്ക്. പിന്നെ ഒരു കാര്യം കൂടി, ഇനി നിങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ. ഞാൻ എന്നൊരു മകൻ നിങ്ങൾക്കിനി ഇല്ല. സ്വന്തം മകനോടെന്ന പോലൊരു സ്നേഹം നിങ്ങൾക്ക് എന്നോടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ക്രൂരത നിങ്ങൾ എന്നോട് കാണിക്കില്ലായിരുന്നു. ഒരിത്തിരി അലിവ് എന്നോട് കാണിച്ചേനെ. ഇനി ഞാനും ദേ ഇവളെപ്പോലെയാ, ആരുമില്ലാത്തവൻ. ഇത്ര കാലം ഇവിടുന്ന് ഉണ്ടതിൻ്റെയും ഉറങ്ങിയതിൻ്റെയും മറുവിലയായി ഞാൻ എൻ്റെ ഇഷ്ടവും സ്വപ്നവും ഒക്കെ മറന്നേക്കാം. ദയവ് ചെയ്ത് ഇനി മോനെ എന്നും വിളിച്ചുകൊണ്ട് ആരും എൻ്റെ അരികിലേക്ക് വരരുത്. അങ്ങനെ വിളിച്ചു വരാൻ ഞാനിനി നിങ്ങളുടെ മോനല്ല. പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി.
പിന്നീടൊരു ചോദ്യത്തിനും പറച്ചിലിനും ഇടം കൊടുക്കാതെ അവൻ മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറുമ്പോൾ അമ്മ വാ പൊത്തിപ്പിടിച്ച് കരഞ്ഞു പോയിരുന്നു. അച്ഛനും മകൻ പറഞ്ഞത് കേട്ട് ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ബാക്കിയുള്ളവരും അതുപോലെ തന്നെ വല്ലാത്തൊരു ഞെട്ടലോടെ തറഞ്ഞു നിന്നു.